ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റഹ്മത്ത്, അക്കാദമിക് കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാനേജ്മെന്റ് ഓഫ് പാനിക് അറ്റാക്ക് എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തില് വർദ്ധിച്ചു വരുന്നിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കറിയാം, പെട്ടെന്നുള്ള ഒരു ഭയം, നെഞ്ചിടിപ്പ്, ശ്വാസതടസ്സം, അതുപോലെ തന്നെ നിയന്ത്രണം നഷ്ടപ്പെടുന്നുള്ള തോന്നല് എന്നിവയൊക്കെ ഒരാളുടെ ഡെയിലി ലൈഫിനെ വളരെ നല്ല രീതിയിൽ തന്നെ ബാധിക്കാറുണ്ട്. സോ പാനിക് അറ്റാക്ക് അനുഭവിക്കുന്ന പലരും അത് ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലെങ്കിൽ ജീവന് തന്നെ അപകടമാണോ എന്നൊക്കെ ഭയപ്പെടാറുണ്ട്. എന്നാൽ അതിൽ ശരിയായിട്ടുള്ള ഒരു അറിവും ചികിത്സയും പരിശീലനവും ഒക്കെ ലഭിച്ചാൽ ഈ അവസ്ഥയെ നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയും. സോ നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിലൂടെ പാനിക് അറ്റാക്ക് എന്താണ്, അത് ആങ്സൈറ്റിയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെടുന്നു, അതുപോലെ തന്നെ സിംറ്റംസ് എന്തൊക്കെയാണ്, അത് വന്നാൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതോടൊപ്പം ബ്രീത്തിങ് എക്സസൈസ്, ഗ്രൗണ്ടിങ് ടെക്നിക്സ്, കോപ്പിംഗ് സ്കിൽസ് എന്നിവ എങ്ങനെ സഹായിക്കും, അതുപോലെ ഫ്യൂച്ചർ പാനിക് അറ്റാക്ക് കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം ശീലങ്ങൾ വളർത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഈ ഒരു വിഷയം വളരെ സിമ്പിളായും പ്രാക്ടിക്കലായിട്ടും നമ്മോടൊപ്പം ലീഡ് ചെയ്യുന്നത് പ്രശാന്ത് സാർ ആണ്. സാർ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ഹിപ്നോ തെറാപ്പിസ്റ്റ് ആണ്, മെന്റലിസ്റ്റ് ആണ്. സോ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടോപ്പിക് സാർ നമ്മളിലേക്ക് എത്തിക്കും. സാർ വിൻബിൾ അക്കാദമിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ കോഴ്സുകളും വർക്ക്ഷോപ്പുകളും സാർ ലീഡ് ചെയ്യുന്നുണ്ട്. ഹിപ്നോ തെറാപ്പിയുടെ 3 ഡേയ്സിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം സാറിന്റെ 4th ബാച്ച് നാളെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓഫ്ലൈനായിട്ടും സാറിന്റെ വർക്ക്ഷോപ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുകൂടാതെ മെന്റലിസത്തിന്റെ വർക്ക്ഷോപ്പ്, സൈക്കോളജിക്കൽ ന്യൂട്രീഷൻ തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ സാർ ലീഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എല്ലാ വീക്കിലും വ്യത്യസ്തമായിട്ടുള്ള നല്ല വാല്യുബിൾ ആയിട്ടുള്ള അറിവുകളാണ് സാർ നമ്മളിലേക്ക് എത്തിക്കുന്നത്. സോ അധികം ലേറ്റ് ആവാതെ നമുക്ക് സെഷനിലോട്ട് പോവാം. ഒരിക്കൽ കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും നമ്മുടെ വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രശാന്ത് സാർ ഏറെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. ഓഡിയോ ചെക്ക് ആവുന്നുണ്ട്. വോയിസ് ക്ലിയർ അല്ല കേട്ടോ. അപ്പം ഇവിടെ തന്നെ കൗൺസിലർക്കും ഇതിന്റെ ഭാരവാഹികൾക്കും ഒക്കെ നന്ദി. ഓഡിയോ സ്റ്റക്ക് ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത വിൻബിൾ അക്കാഡമിയുടെ സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന നമ്മൾ ഇതിന്റെ ഡയറക്ടർ ഫൈസൽ സാർ, എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുന്നു. എന്റെ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ ഓഡിയോക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോ വോയിസ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണ്. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എല്ലായ്പ്പോഴും പല വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് വരാറ്. ഈ പ്രാവശ്യം എനിക്ക് തോന്നി സാധാരണയുള്ള ഒരുപാട് വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിലുപരി നമ്മുടെ മുന്നിലിരിക്കുന്ന സൈക്കോളജിസ്റ്റുകൾക്ക് ഒപ്പം ഈ ഒരു ഫ്രീ വെബിനാറിലോട്ട് ഇൻവൈറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള വ്യക്തികൾ, അവർക്കൊക്കെ എന്തെങ്കിലും ഒരു അറിവ് പകരാം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം നിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നിങ്ങളുടെ സമീപത്തുള്ള ഏതെങ്കിലും റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ അയൽപക്കത്തിലെ ആരെങ്കിലും ഒക്കെ ഒരാള് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോവാം. നമുക്ക് ആ 1 മണിക്കൂറാണ് കിട്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ 1 മണിക്കൂർ നമ്മൾ നല്ല സന്തോഷകരമായിട്ട് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സെഷനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ മുൻപ് എൻ്റെ ക്ലാസ്സിൽ കയറിയ കുറെ പേരൊക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ ലെക്ചർ അടിക്കുക, നിങ്ങളത് കേട്ടോണ്ടിരിക്കുക, അങ്ങനെയല്ല. നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ എനിക്ക് പറഞ്ഞു തരണം. കാരണം ആരും പൂർണ്ണരല്ല, ആർക്കും എല്ലാ അറിവുകളൊന്നും ഇല്ല.
നമ്മളുള്ള അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് പോവാം. അപ്പൊ എനിവേ നിങ്ങൾ എല്ലാവരും പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്തിട്ട് ഫോൺ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക, സംസാരിക്കുക, കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഇപ്പൊ എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. മെന്റലിസം, മെസ്മറിസം, ഹിപ്നോതെറാപ്പി, ഹിപ്നോട്ടിസം എന്നീ മേഖലകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ മേഖലകളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, ആ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ തെറാപ്പി സെഷൻസ് നമ്മുടെ ഇതിനകത്ത് അത് പ്രയോഗിക്കുന്നുമുണ്ട്. സോ എനിക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് പാനിക് അറ്റാക്ക് ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്ലയന്റ് എനിക്കുണ്ട്. അപ്പം അതായത് ഒരു വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ആ ക്ലാസ് എടുത്തിട്ട് ആ ക്ലാസ്സിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു ക്ലയന്റ് വെയിറ്റിംഗ് ആണ്. ഒരു 8:30 അപ്പോയിന്റ്മെന്റ് കൊടുത്താൽ, പക്ഷെ ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ 9:30 എന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. അനുഭവങ്ങള് വെറുതെ ഇങ്ങനെ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളോ പഠിച്ച അനുഭവങ്ങളോ ഷെയർ ചെയ്യുന്നതിനുപരി ഒരു റിയൽ ആയിട്ടുള്ള ഒരു ക്ലയന്റിനെ എങ്ങനെയാണ് നമ്മൾ ആ ക്ലയന്റിനെ തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം അല്ലേ. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു, ഞാൻ സബ്ജക്റ്റിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലരുടെ ജീവിതത്തില് ഒരിക്കലെങ്കിലും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ പറ്റിയിട്ടാണ്. അതാണ് പാനിക് അറ്റാക്ക്. എനിക്കറിയാം, ഞാനിത് ഫേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒന്നുമില്ല, പെട്ടെന്നൊരു ഹൃദയ സ്തംഭനം തോന്നുക, ഒരു ശ്വാസമുട്ട് ഫീൽ ചെയ്യുക, ത്രോട്ട് വല്ലാണ്ട് ഡ്രൈ ആയ പോലെ തോന്നുക, ഞാൻ ഇപ്പൊ മരിച്ചു പോകുമോ എന്നുള്ളൊരു തോന്നല്. കാരണം ഹൃദയത്തിന് കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോ ചെറിയ രീതിയിൽ എനിക്ക് കൊളസ്ട്രോൾ ലെവൽ ഒരു സ്വല്പം കയറിയ നിൽക്കണേ. അപ്പൊ ഏത് നിമിഷം ഞാനിത് പ്രതീക്ഷിച്ചിരിക്കണേന്ന് നോക്കിയാൽ ചിലവരുടെ ധാരണ. മരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, തൊട്ട് പുറകെ ഉണ്ട്, നമ്മുടെ തൊട്ട് പുറകെ ഉണ്ട് ആള്. പക്ഷെ ആൾക്ക് പിടി കൊടുക്കാണ്ടിരിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. ആളെങ്ങനെ വന്ന് പിടിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോ നമ്മൾ പിടി കൊടുക്കാതെ മുന്നോട്ട് പോവുക. ആ നമ്മൾ മരണം പിടിച്ചു എന്നുള്ളൊരു തോന്നല് നമുക്ക് വരുമ്പോഴാണ് ഈ സംഭവം വരുന്നത്. അതായത് ഈ പാനിക് അറ്റാക്ക് വരുന്നു എന്നുള്ള ആളുകളില് പ്രധാന ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഞാൻ ഇപ്പൊ മരിക്കും. എനിക്ക് എനിക്ക് ഈ ഭാഗത്തൊരു പെയിൻ വരുന്നുണ്ട്, അതെന്റെ കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്, എന്റെ കൈ കാലുകൾ തളരുന്നുണ്ട്, ഏത് നിമിഷം ഞാൻ അവിടെ വീണു പോവും. അത് മാത്രല്ല, എന്റെ നാക്ക് ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ട്, ഈ നാവ് ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ട്, മൗത്ത് മൊത്തത്തിൽ ഡ്രൈ ആകുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്റെ ക്ലയൻസ് എന്നോട് റിപ്പോർട്ട് ചെയ്യുന്ന കാരണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മൗത്ത് ഡ്രൈ ആകുന്നു. മറ്റൊന്ന്, വേറെ ചില ആളുകൾക്ക് പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷിവറിങ് ആണ്. പിന്നെ ചിലർ പറയുന്നത് സ്വെറ്റ് ചെയ്യുന്നു, കുട്ടുകുടാ വയർക്കുന്നു. എന്റെ ചോദ്യം ഇതാണ്, ഇതൊരു തോന്നലാണോ? നമുക്കിതൊരു തോന്നലാണെന്ന് പറഞ്ഞിട്ട് തള്ളികളയാൻ പറ്റുമോ? നമ്മൾ ക്ലയന്റിനോട് പറയാ ഇതൊക്കെ നിങ്ങളുടെ തോന്നലാ, ഇത് ഈ തോന്നൽ അങ്ങോട്ട് ഒഴിവാക്കിക്കോളും, അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാന്ന്. അവരെന്നോട് പറയണ തോന്നലേ അല്ല, റിയൽ ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. സോ അപ്പൊ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു തോന്നലല്ല എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് ഉറപ്പിക്കുക. അതായത് പൂർണ്ണമായിട്ടും അതൊരു തോന്നലല്ല, അതില് റിയാലിറ്റി ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് റിയൽ ഹേർട്ട് അറ്റാക്കും റിയൽ പാനിക് അറ്റാക്കും ഒക്കെ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റണത്? ഇപ്പൊ നമ്മൾ ക്ലയന്റിനോട്, ചിലപ്പോൾ ആ ക്ലയന്റിന് റിയൽ ആയിട്ടൊരു ഹേർട്ട് അറ്റാക്ക് ആണെങ്കിലോ, നിങ്ങൾ പറയാ അത് പാനിക് അറ്റാക്ക്, അത് പറഞ്ഞ് അയാൾ ഹോസ്പിറ്റലിലോട്ട് പോണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കൗൺസിലറിനെ പിടിക്കില്ലേ? അപ്പൊ നമുക്ക് ഫിസിക്കലായിട്ട് വരുന്ന സിംറ്റംസ് നമ്മൾ പഠിക്കണം, അതുപോലെ തന്നെ മെന്റലി വരുന്ന സിംറ്റംസും നമ്മൾ പഠിക്കണം. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം, ഒരു കൗൺസിലർ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് വിമ്പിൾ ഒരു പെയ്ഡ് പ്ലാറ്റ്ഫോമിൽ ഒരു ക്ലാസ് വേറൊരു ലെക്ചർ വെച്ച് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു ക്ലാസ് ഉള്ളത് കൊണ്ട് എനിക്ക് ഇതിനകത്ത് ഒരുപാട് എക്സാജറേറ്റ് പറയാൻ പറ്റില്ല. 1 മണിക്കൂർ കൊണ്ട് ഞാൻ മാക്സിമം എത്തൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റുന്നോ അത് ഫ്രീ ആയിട്ട് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. ഞാൻ ആ ഏരിയയിൽ കൈവയ്ക്കുന്നത് ശരിയല്ല, അവിടെ ലെക്ചർ വേറെ പഠിപ്പിക്കുന്നുണ്ട് ഒരു കോഴ്സായിട്ട്. എനിവേ, എന്തായാലും ഈ ഒരു കോഴ്സ് ഇവിടെ അവതരിപ്പിക്കാൻ നമുക്ക് വിമ്പിൾ പെർമിഷൻ തന്നു, അത് തന്നെ വലിയൊരു കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. അപ്പൊ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോണേ. ഒന്ന്, ഇപ്പം നമ്മുടെ ക്ലയന്റിനോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. എപ്പോഴെങ്കിലൊക്കെ പെട്ടെന്ന് നെഞ്ചിടിപ്പ് ഉണ്ടായിട്ടുണ്ടോ? നെഞ്ചിടിപ്പ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഈ പാൽപിറ്റേഷൻ എന്നൊന്നും പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമുക്ക് സിമ്പിൾ ലാംഗ്വേജിൽ പോയാൽ മതി, വലിയ കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജിലേക്ക് പോകണ്ട. ഒരു വിഷയത്തെ ഡോക്ടേഴ്സ് ഉണ്ടാവും, അവർ സദ്യയും എന്നോട് ക്ഷമിക്കുക. അതായത് പെട്ടെന്ന് നെഞ്ചിടിപ്പ് നമുക്ക് തോന്നാറുണ്ടോ? ഒന്ന്, ശ്വാസം കിട്ടാതെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ മരിച്ചു പോകും എന്നുള്ളൊരു തോന്നൽ തോന്നിയിട്ടുണ്ടോ? ECG എടുത്തപ്പോൾ എല്ലാം നോർമൽ ആയിരുന്നോ?
അതിനകത്ത് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റീസ് ഉണ്ടായിരുന്നോ? ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കണം, നിങ്ങളോട് അല്ലെങ്കിൽ ക്ലയൻസിനോട് ചോദിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോ പലരും പറയണത് എന്താണെന്ന് വെച്ചാല് ഹാർട്ട് അറ്റാക്കിന്റെ സെയിം സിംറ്റംസ് ആണ് പാനിക് അറ്റാക്സിന് വരുന്നതെന്ന്. അതായത് ഹാർട്ട് അറ്റാക്ക് എന്ന് തോന്നിക്കുന്ന ലക്ഷണങ്ങൾ പാനിക് അറ്റാക്കിൻ്റെതായിരിക്കും. അപ്പൊ അതെങ്ങനെയാ അറിയാം? പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ആങ്സൈറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ്. അതായത് ഉത്കണ്ഠ. അപ്പൊ ഇതിനകത്ത് ഹെൽത്ത് ആങ്സൈറ്റി എന്നുള്ള ഒരു ഓമന പേരൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അതായത് ഇവർക്ക് എപ്പോഴും ഇവര് ചിന്തിക്കുന്നത് ഇവർ മരിക്കുമോ എന്നുള്ളൊരു ഭയം. ഇപ്പൊ അത് കൊറോണ ഒക്കെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്നത് ഗൾഫ് മലയാളികളാണ്. കാരണം അവിടെ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലയന്റ് കിട്ടുന്നത്. ഇന്ത്യയിൽ അധികം കാണുന്നില്ല. പുറമേയുള്ള മലയാളികളാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, സാറേ എനിക്ക് പാനിക് അറ്റാക്ക് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ആരത് ഡിസൈഡ് ചെയ്തത്? പാനിക് അറ്റാക്ക് ആണെന്ന് നിങ്ങളാണോ തീരുമാനിച്ചത്? അല്ല, ഞാൻ ഗൂഗിളിൽ തപ്പി നോക്കിയപ്പോൾ ചാറ്റ് ജിപിടിയോട് ചോദിച്ചപ്പോൾ എനിക്ക് പാനിക് അറ്റാക്ക് ആണ്. അപ്പൊ ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത് ചാറ്റ് ജിപിടി ആണ്. അപ്പൊ ഇത് പാനിക് അറ്റാക്ക് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് നമ്മൾ ആദ്യം തിരിച്ചു. അപ്പൊ നമ്മൾ ആദ്യം ഇത്തരം കേസ് നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ അവരെ വിടേണ്ടത്, ആദ്യം തന്നെ ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, ഞാൻ അങ്ങ് ചികിത്സിക്കാൻ പോവുകയാണ് എന്ന് തീരുമാനിക്കരുത്. തീരുമാനിച്ചാൽ കഷ്ടകാലമാണ് നിങ്ങൾക്ക്. ആദ്യം തന്നെ അയാൾ എന്ത് ചെയ്യണം? നമ്മൾ അയാളെ ഒരു ഫിസിഷ്യന് റെഫർ ചെയ്യുക. റെഫേർഡ് ടു എ ഫിസിഷ്യൻ. സാധാരണ MBBS ഡോക്ടറോ, ഇനിയിപ്പോ കാർഡിയോളജിസ്റ്റിനെ കണ്ടേ മതിയോ എന്ന് വെച്ചാൽ അങ്ങോട്ട് വിട്ടോളൂ. കാർഡിയോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് അയാൾ ഒരു ഇക്കോ എടുത്തോട്ടെ, അയാൾ ഒരു ECG എടുത്തോട്ടെ, എന്നിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് നോക്കിക്കണ്ട, അവരെന്നെ നോക്കിയോട്ടെ. നോക്കിയിട്ട് അവരതിനകത്ത് എഴുതുമല്ലോ ഇത് നോർമലാണ്, അല്ലെങ്കിൽ ആ പേഷ്യന്റിനോട് പറയും നിങ്ങൾക്ക് നോർമലാണ്, തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരാൻ പറയാം. ഇനി നമ്മൾ പണി കൊടുക്കാം. ഇനി നമ്മുടെ ആണല്ലോ ഊഴം, തിരിച്ചു വരാൻ പറയാ. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്ന്. ഓക്കെ. അപ്പൊ ഇനി ആദ്യ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു രോഗമല്ല. അതൊരു സഡൻ സർജസ് ഓഫ് ഇന്റൻസ് ഫിയർ എന്ന് പറയും. അതായത് പെട്ടെന്നുണ്ടാകുന്ന ഒരു പേടിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഒരു കാരണം മാത്രമാണ് പാനിക് അറ്റാക്ക് എന്ന്. അതായത് യഥാർത്ഥ അപകടമൊന്നുമില്ലെങ്കിലും നമ്മുടെ തലച്ചോറ് അപകടമുണ്ടെന്ന് കരുതി വിശ്വസിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവസ്ഥ, ഇതാണ് എന്ത്? പാനിക് അറ്റാക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊരു ഡിസീസ് അല്ല, ഇതൊരു ഡിസോർഡർ അല്ല. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ക്രിയേറ്റഡ് ബൈ അവർ ബ്രെയിൻ. എങ്ങനെ റോങ്ലി നമ്മൾ സെൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അപകടമുണ്ട്, നിങ്ങൾ എന്തോ സംഭവം വരാൻ പോകുന്നുണ്ട് എന്ന്. ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ വീട്ടിലിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്, വേറെ എവിടെ അല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. TV നല്ല കുറെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ TV നിങ്ങൾ കണ്ടത് ഇപ്പൊ ഇന്നലെ ഒരു മരണം അല്ലെങ്കിൽ ഒരാളുടെ മരണാനന്തര സംസ്കാരമൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾക്കൊരു നെഞ്ചിടിപ്പ് വരുന്നു, പെട്ടെന്നൊരു വിയർപ്പ്, നിങ്ങളുടെ ശരീരം ഒക്കെ വിയർക്കുന്നു, ഒരു ശ്വാസം മുട്ടൽ വരുന്നു, ഒരു തലചുറ്റൽ വരുന്നു, ഞാൻ മരിക്കുമോ എന്നുള്ളൊരു തോന്നലും വരുന്നു. ശരിക്കും ഇത് ഞാൻ അനുഭവിച്ചാണ് കേട്ടോ. 8 വർഷം മുമ്പ് ഞാൻ അങ്ങനെ തന്നെ കുഴഞ്ഞ ബെഡിലോട്ട് വീണു. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അന്ന് ഞാനൊരു സൈക്കോളജിസ്റ്റും അല്ലായിരുന്നു. ഇത് എന്ത് അറ്റാക്ക് ആണെന്ന് ഞാൻ തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്റെ ശരീരം ഒക്കെ തണുത്തു. ആളുകൾ വന്ന് കൈ ഒഴിയുന്നു, BP നോക്കി നോർമൽ, ഷുഗർ നോക്കി. നമ്മൾ ഇത് വീണ് കഴിഞ്ഞാൽ ആദ്യം നോക്കണ 2 വൈറ്റൽസ് ആണ്. എന്ത്? ശരീരത്തിലെ പഞ്ചസാരയുടെ അളവും ശരീരത്തിലെ ബ്ലഡ് പ്രഷർ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, ഇത് രണ്ടും കൂടെ നോക്കി. രണ്ടിനും ഒരു പ്രശ്നമില്ല. അപ്പൊ അടുത്ത ഡോക്ടർമാർ പറഞ്ഞു ഇത് ടെൻഷൻ കൊണ്ടാ. ഒരൊറ്റ പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ, പിന്നെ ഉണ്ടായിട്ടില്ല. അത് ഞാൻ പറഞ്ഞു, ഒരിക്കലെങ്കിലും നമ്മളത് ഫേസ് ചെയ്യും. അപ്പൊ ഈ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള കഥയെ ഞാൻ പറഞ്ഞ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നി. അപ്പൊ ശരീരത്തിൽ ആ സമയത്ത് എന്താ നടന്നത്? ഈ വേർക്കുന്നു, നെഞ്ചിടിപ്പ് വരുന്നു, ശ്വാസം മുട്ടൽ വരുന്നു, തലചുറ്റൽ വരുന്നു, മരിക്കോ എന്നുള്ള പേടി വരുന്നു. നമ്മുടെ തലച്ചോറില് ഒരു ഭാഗമുണ്ട്. നമ്മുടെ തലച്ചോറ് പ്രധാനമായിട്ട് എങ്ങനെയാ തരംതിരിച്ചിരിക്കുന്നത്? ഇതിപ്പോ ഇതിനകത്ത് ആരാ പങ്കെടുത്തിക്കണേന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. സൈക്കോളജിസ്റ്റ് ആണോ അല്ലെങ്കിൽ സാധാരണ ആളുകളാണോ എന്താണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് ശാസ്ത്രീയ തലത്തിലേക്ക് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് പറയാണ്, നമ്മുടെ ബ്രെയിന് പ്രധാനമായിട്ട് കുറച്ച് ലോബുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ. എനിക്കറിയാം ഇതിനകത്ത് കുറെ ആളുകൾ അത്യാവശ്യം നല്ല പഠനം കഴിഞ്ഞു വന്നിട്ടുള്ള ആളുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വിമ്പിളാണ് അവരൊക്കെ ഉള്ളത്. ഫ്രണ്ടൽ ലോബ് എന്ന് പറഞ്ഞിട്ടൊരു ലോബ്, പിന്നെയുള്ളത് പറേറ്റൽ ലോബ്, അതിന്റെ തൊട്ട് പുറകിൽ ഓക്സിപിറ്റൽ ലോബ്, 2 സൈഡില് ടെമ്പറൽ ലോബ്. ഇതെല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ലോബ്സ് എങ്ങനെയാണ് വെച്ചിരിക്കണേ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം.
അപ്പൊ ഇതിൽ ടെമ്പറൽ ലോബിന്റെ ഒരു മീഡിയൽ പോർഷനിലാണ് നമുക്ക് നമ്മുടെ ലിംബിക് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ഇമോഷൻസും ഒക്കെ ബാലൻസ് ചെയ്യുന്ന അമിഗ്ഡാല, പിന്നെ നമ്മുടെ മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെമ്മറി കൺസോൾട്ടേഷൻ നടത്തുന്ന ഹിപ്പോ ക്യാമ്പസ്, ഇതിലൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ അമിഗ്ഡാല എന്ന് നമുക്ക് ആദ്യം എടുക്കാം. അമിഗ്ഡാലയ്ക്ക് എന്താ സംഭവിച്ചേ? അതായത് അമിഗ്ഡാല എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തില് ഡേഞ്ചറസ് അലാം മുഴക്കുന്ന ഒരു മണി, അല്ലെ? നമ്മളിപ്പോ പള്ളികളിലൊക്കെ സമയം ഇങ്ങനെ മുഴക്കുന്ന, സമയം അറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മണികൾ ഇങ്ങനെ കൊട്ടും, ഗോപുരങ്ങളിലൊക്കെ മണികൾ ഉണ്ടാവും. ഇതുപോലെ നമ്മുടെ ബ്രെയിനുള്ള ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഒരു ബെല്ലാണ്, ഒരു അലാം സിസ്റ്റമാണ് എന്ത്? അമിഗ്ഡാല. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ അമിഗ്ഡാലയ്ക്ക് അറിയില്ല നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന്. അമിഗ്ഡാലയ്ക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അവരാ മണി ആ ബെല്ല് അങ്ങോട്ട് മുഴക്കും. അതായത് ഒരു അപകടം കണ്ടെത്തുന്ന സമയത്ത് ശരീരത്തിനോട് പറയാണ്, എന്ത് ചെയ്യാണ്? 3 കാര്യങ്ങളാ ശരീരത്തിനോട് പറയുക. 3 കാര്യങ്ങൾ ഏതൊക്കെയാ നമ്മുടെ 3 കാര്യങ്ങൾ? നമ്മുടെ മുന്നിൽ ഒരു അപകടം വന്നാൽ 3 കാര്യങ്ങളാണ് ശരീരത്തിനോട് ഈ കക്ഷി പറയുക. ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ മുന്നിൽ ഒരു സർപ്പം, നല്ല ഉഗ്ര വിഷമുള്ള ഒരു സർപ്പം നിങ്ങളുടെ മുന്നിൽ വന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ കാലിന് ഒരു ജസ്റ്റ് ഒരു 2 ഫീറ്റിന് അപ്പുറത്ത് അത് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക്, ഞാനിപ്പോ തിയറി ഒക്കെ പറയണത് ശരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കലി വരും. 3 സിസ്റ്റം അവിടെ ആക്ടിവേറ്റ് ആവും. ഏതൊക്കെയാണ്? 3 ആക്ടിവേറ്റ്. ഫൈറ്റ് ഓർ ഫ്രീസ്. ഫൈറ്റ്, ഫ്രീസ്, 3F. ഫ്ലൈറ്റ്, ഫൈറ്റ്, ഫ്രീസ്. അതെന്താ? ബിന്ദു മാഡം ചോദിക്കുന്നത് എന്താ ഈ 3F അല്ലെ? അറിയാന്നുള്ളൂ അല്ലെ? ഓക്കെ. ഒന്നുകിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ അവിടെ നിന്ന് പൊരുതുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫ്രീസ് ചെയ്യുക. ഇത്രയും 3 കാര്യങ്ങളാണ് നമുക്ക് അവിടെ പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. 3 കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ 3F ഏതൊക്കെയാണ്? ഫ്ലൈറ്റ്, ഫൈറ്റ്, ഫ്രീസ്. 3 കാര്യങ്ങൾ നമ്മളവിടെ പ്രധാനമായിട്ട് വരും. അപ്പൊ ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇതില് ഇതിലേതാ വേണ്ടത്? അപ്പൊ ആളുകൾക്ക് സംശയമാണ്, ഞാൻ ഫൈറ്റ് ചെയ്യണോ, ഫ്ലൈറ്റ് ചെയ്യണോ, ഫ്രീസ് ആണോ എന്ന്. അതിപ്പോ ഇപ്പൊ പാമ്പിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ ചിലപ്പോൾ നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് അപകടമാവും. പട്ടിയുടെ അടുത്ത് നിങ്ങൾ ഓടാൻ നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അപകടമാവും. യുക്തിപരമായിട്ട് അവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതല്ലല്ലോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. പാമ്പ് വരുമ്പോൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളതല്ലല്ലോ ഇന്നത്തെ ക്ലാസ്. ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ട് പറഞ്ഞാണ്. അപ്പൊ ഇതിൽ ഏത് സിസ്റ്റം വേണം എന്ന് നമ്മുടെ ബ്രെയിൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ശരീരത്തിനകത്ത് ഒരു അഡ്രിനാലിൻ റിലീസ് ചെയ്യും. അത് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് അഡ്രിനാലിൻ റിലീസ് ചെയ്യും. ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന സാധനം എന്താണെന്നറിയോ? നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കലി യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അതായത് അത് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനവും ശ്വസന നിരക്കുകളും ടപ്പ് എന്ന് പറഞ്ഞിട്ട് മേലോട്ടേക്ക് പോകും. എന്താ ഞാൻ പറഞ്ഞ മനസ്സിലായി? അഡ്രിനാലിൻ നമുക്ക് കയറുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ വയർക്കണത്, നെഞ്ചിടിക്കുന്നത്, ശ്വാസം ഇരട്ടി. ഇത് എന്തിനതൊക്കെ ചെയ്യണേ? ഓരോന്നിനും പുറകെ ഓരോ കാരണം ഉണ്ടാവും. എന്തിനാണ് നമ്മുടെ ശരീരത്തിലെ ശ്വസന നിരക്കും നമ്മുടെ ഹേർട്ടിന്റെ ഈ ഇടിപ്പൊക്കെ എന്തിനാ കൂട്ടുന്നുണ്ടാകുക? എന്തായിരിക്കും എന്റെ കാരണം ഉണ്ടാകുക? ധാരാളം എനർജി ഉണ്ടാക്കണം. ശരീരം സാധാരണ രീതിയിൽ പ്രവർത്തിച്ചാൽ പോരാ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പിസ്റ്റൺസ് ഇങ്ങനെ കടന്ന് ബൈക്കിനുള്ളിലൊക്കെ ഇങ്ങനെ കടന്ന് വേഗം ആക്കുമ്പോഴാണ് ബൈക്കിന്റെ സ്പീഡ് കൂടുന്നതെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രവർത്തനം കൂട്ടാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടുള്ള ബ്രീത്തിങ്ങും അല്ലെങ്കിൽ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ നിരക്കൊക്കെ കൂട്ടും. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു രോഗി ഇത് കുറഞ്ഞിട്ട് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് എന്തിനാണ് അവർക്ക് അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്? ഇത് കൂട്ടാൻ വേണ്ടിയിട്ട്, ആ വ്യക്തിയെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില ഷോക്കിന് ശേഷം ഇവർ അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ ചെയ്ത് നമ്മുടെ ഹോർമോൺ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നത് അഡ്രീനൽ ഗ്ലാൻഡ്സ് ആണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇത് റിലീസ് ചെയ്താൽ എന്താ സമയം? അപ്പൊ ഇത് കറക്റ്റ് ആണോ? റിലീസിങ് കറക്റ്റ് ആണോ? ഒരു തോന്നല് വന്നു, തോട്ട് വന്നപ്പോൾ അവിടെ ഒരു ബിഹേവിയർ ഫോം ചെയ്തു. എന്താണ് അത്? ശരീരം സെൻസ് ചെയ്തിട്ട് ശരീരം എന്ത് ചെയ്തു? അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തു. ഈ റെസ്പോണ്ട് തോന്നലാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?
ഈ റെസ്പോൺസ് തോന്നലാണെന്ന് പറയാൻ പറ്റുമോ? അഡ്രിനാലിൻ റിലീസ് ചെയ്യുന്ന തോന്നലാണോ? അഡ്രിനാലിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൃദയനിരക്ക് കൂടുകയും ശ്വസന നിരക്ക് കൂടുകയും തോന്നലാണോ? അപ്പൊ തോന്നൽ ഉണ്ടായിരുന്നു. എവിടെയാണ്? ഏറ്റവും ആദ്യം അത് സംഭവിച്ചു. അതിനുശേഷം വന്നിട്ടുള്ള ബോഡിയിലെ ചേഞ്ചസുകൾ എന്തല്ല? ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുണ്ടോ? അതായത് അവിടെ പാമ്പില്ലേ, യഥാർത്ഥത്തിൽ പാമ്പുണ്ടെന്ന് തോന്നി, അതൊരു തോന്നലാണ്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ആ തോന്നൽ കൊണ്ട് ശരീരം റെസ്പോൺസ് ചെയ്തു. ആ റെസ്പോൺസ് തോന്നലാണോ എന്നാണ് എന്റെ ചോദ്യം. അത് തോന്നലാണോ? മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും ഇത് പറയുന്നതായിരിക്കും. തോന്നലല്ലാതെ ഏത് തോന്നലായിരുന്നു? ആദ്യത്തേത് തോന്നലായിരുന്നു. അത് ചിലപ്പോ പട്ടി തിരിച്ചു പോവായിരുന്നു, നിങ്ങളെ കടിക്കില്ലായിരുന്നു. പക്ഷെ കടിക്കുമെന്ന് തോന്നിയപ്പോ ശരീരം റെസ്പോൺസ് ചെയ്തു. അപ്പൊ ശരീരത്തിന്റെ റെസ്പോൺസ് എന്താണ്? റിയൽ ആണ്, തോന്നലല്ല. അപ്പൊ പാനിക് അറ്റാക്കിന്റെ സിംറ്റംസ് തോന്നലാണോ? അതാണ് അടുത്തത്. അവിടേക്കാണ് നിങ്ങൾ പതുക്കെ ഞാൻ ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ വേർഷനിലേക്ക് കൊണ്ടുപോകണം. പാനിക് അറ്റാക്ക് എന്താണെന്ന് ഇനി ആരോടും പറയരുത്. ഇതൊക്കെ അങ്ങനെ വെറും തോന്നല. നിങ്ങളൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ അതല്ലല്ലോ ഇവിടെ നമ്മുടെ അടുത്തേക്ക് വരണവര് 1000 ഉറുപ്പ്യ തന്നിട്ടേ കൗൺസിലിംഗിന് ഇങ്ങോട്ട് വരണത് ഒരു തോന്നല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ. അത് മാറ്റി കൊടുക്കലാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഓക്കെ, അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഇതൊക്കെ കൂടി മസിൽ ഭയങ്കര ടൈറ്റായി, ബ്ലഡ് പ്രഷർ ഭയങ്കര പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ BP ഒക്കെ മേലേക്ക് പോയിട്ടുണ്ടാവും, വേറെ ലെവലിലേക്ക് ഹൈപ്പർ ടെൻഷനിലേക്ക് പോയിട്ടുണ്ടാവും. ഇതെല്ലാം ചെയ്യണം എന്താണ്? ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പാനിക് അറ്റാക്കിന് ഒരു പ്രശ്നമുണ്ട്. അലാം വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ലാണ്ടാണ് ഈ അലാം വർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് അവിടെ ഫയർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഉപകരണങ്ങൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങിയേക്കണം. തീ ഇല്ല ശരിക്കും, പക്ഷെ അവിടെ ഫയർ അലാം അടിച്ചത് കൊണ്ട് അവരെന്ത് ചെയ്തു? അതിന്റെ രക്ഷാമാർഗങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ ചെയ്യലാണ് ശരിക്കും പറഞ്ഞ ശരീരം ഈ ചെയ്യുന്ന രക്ഷാമാർഗത്തിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. സോ ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നു. പ്രധാനമായിട്ടും 8 സിംറ്റംസ് ആണ് പ്രധാനമായിട്ടും പാനിക് അറ്റാക്കിന് സാധാരണ ആളുകൾ കാണിക്കാറ്. ഏറ്റവും പ്രധാനപ്പെട്ട വെറൈറ്റി പല സിംറ്റംസ് ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണിക്കുന്ന ഒരു സിംറ്റംസ് 8 ഏതാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഹേർട്ട് റേസിംഗ് ആണ്. ഹേർട്ട് റേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്വാഭാവികമായിട്ടുള്ള അതിന്റെ പ്രവർത്തനം, അതായത് നമ്മുടെ ഡയസ്റ്റോളിക് പ്രഷർ, സിസ്റ്റോളിക് പ്രഷർ, പൾസ് റേറ്റ്, 3 നമുക്കുള്ളത്. ഡയസ്റ്റോളിക്, സിസ്റ്റോളിക്, ഹൃദയം ചുരുങ്ങുന്ന സമയത്തുള്ള പ്രഷർ. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ 120/80, അതൊന്ന് സിസ്റ്റോളിക് പ്രഷറാണ് മുകളിലുള്ളത്, താഴെയുള്ളത് ഡയസ്റ്റോളിക് പ്രഷറാണ്. അതാണ് 2 പ്രഷർ. ഇവ തമ്മിലുള്ള ഡിഫറൻസ് 40 ആയിരിക്കണം. ശ്രദ്ധിച്ചു നോക്കിയേ. 120 80, 130 90, 140 100, 150 110, ഇങ്ങനെ പോവുന്നത്. അപ്പൊ ഇവ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് 40 ആയിരിക്കണം. ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ മിനിമം അങ്ങനെ വരണം. അപ്പൊ അത് ആ ഒരു 3 കാര്യങ്ങൾ, പൾസ്, സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക്കിൽ വ്യത്യാസങ്ങൾ വരും. പെട്ടെന്ന് ഒരു സംശയം. ഡയസ്റ്റോളിക് പ്രഷർ 110 ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഡേഞ്ചർ ആണല്ലോ. ഡേഞ്ചർ ആണ്. ഡയസ്റ്റോളിക് അതെ, ഡേഞ്ചർ ആണ്. അതൊരിക്കലും അങ്ങനെ പോകാൻ പാടില്ല. ഡേഞ്ചർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മെഡിക്കേഷൻ മെഡിക്കേഷൻ ഉടനെ ഒരു കാർഡിയോളജിസ്റ്റിന്റെ സഹായം തേടുക, മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അത് കുറയ്ക്കാനുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മളൊരു 90 മുകളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമുക്കിപ്പോ ചെറിയ രീതിയിലൊരു ചെറിയ വേരിയേഷൻ ഒക്കെയാണ്, മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു, നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു, പ്രാണായാമം ചെയ്തു, ശരീരത്തെ ഒന്ന് നോർമൽ ആക്കാൻ ശ്രമിച്ചു, പല മാർഗങ്ങളും ശ്രമിച്ചിട്ടും ഇത് മോളേക്ക് തന്നെ പോകും. ഇതിലൂടെയൊക്കെ കുറെ ശരിയാവും കേട്ടോ. ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഇതിലൂടെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കുറെ പ്രാഥമികപരമായിട്ടുള്ള മുരിങ്ങയില കഴിക്കുക, വെളുത്തുള്ളി കഴിക്കുക, ഇതൊക്കെ ചെയ്ത് പരീക്ഷിക്കുന്നതിനേക്കാൾ ഉപരി ഇങ്ങനെ കയറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കൺസൾട്ടന്റ് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റിനോ അറ്റ്ലീസ്റ്റ് ഒരു ഫിസിഷ്യനോ കാണിക്കുന്നത് നല്ലതാണ്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകണ്ടോ നോക്കുക. ഇപ്പൊ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ നിങ്ങൾ എക്സസൈസ് ചെയ്തു, പെട്ടെന്ന് എക്സസൈസ് ചെയ്ത് പെട്ടെന്ന് റൈസ് ചെയ്തു, അതിന് നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കുറെ ദൂരം ഓടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ BP ഒരിക്കലും നോർമൽ ആയിരിക്കില്ല. നിങ്ങൾക്കൊരു സങ്കടവാർത്ത കണ്ടു, നിങ്ങളുടെ BP നോർമൽ ആയിരിക്കില്ല. പക്ഷെ ഇതൊരു സ്ഥിരമായ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മോണിറ്റൈസ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഹെഡ് റൈസിങ് ഞാൻ പറഞ്ഞു. പിന്നെയുള്ളത് ചെസ്റ്റ് പെയിൻ ആണ്. അത് ചെസ്റ്റ് പെയിൻ പ്രധാനമായിട്ട് വരുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു ഭാരമാണ് ഇവർ പറയാറ്. നെഞ്ചിന്റെ ഇവിടെ ഒരു 5 കിലോ വെയിറ്റ് തൂക്കിയിട്ടാൽ എങ്ങനെ വെയിറ്റ് ഫീൽ ചെയ്യും, അങ്ങനെയുള്ള ഒരു ഭാരമാണ് ഇവർ പറയാറ്. നെഞ്ചിന്റെ ഭാരം. ചിലർക്കൊക്കെ ഒരു ചെസ്റ്റ് പെയിൻ വരും. അത് ഇടത്തെ സൈഡിൽ വരണമെന്ന് ഒരു നിർബന്ധമില്ല, വലത്തെ സൈഡിലൊക്കെ അവർക്ക് വരും. 3ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വിയർക്കുക എന്നുള്ളതാണ്. കുട്ടുകൂടെ വിയർക്കുക. അതായത്
ഭയങ്കരമായിട്ട് വിയർക്കുക, ഷർട്ടൊക്കെ നനഞ്ഞ് അവരുടെ ഡ്രസ്സൊക്കെ നന്നായിട്ട് നനയുന്ന രീതിയിൽ ഭയങ്കര സ്വെറ്റ് ചെയ്യും. ഇനി നാലാമത്തെ ലക്ഷണമാണ് ട്രെംബ്ലിങ്. അതായത് ഭയങ്കരമായിട്ട് അവരിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വിറയ്ക്കും. ഈ ആങ്സൈറ്റിയിലെ ആളുകൾ കൈ ഓൾറെഡി വിറയ്ക്കും. അതല്ല, ഇതിൽ ഭയങ്കര വിറയായിരിക്കും. കൈയും കാലൊക്കെ വിറച്ചിട്ട് അവർക്ക് നേരെ നിൽക്കാൻ പോലും പറ്റില്ല, വീണ് പോകും എന്നുള്ളതാണ്. ഇനി ബ്രീത്ത്ലെസ്നെസ്, അവർക്ക് ശ്വാസം എടുക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അവരിങ്ങനെ ഈ രീതിയിൽ കാണിക്കും. അതായത് അപ്പൊ നമുക്ക് തോന്നും ഈശ്വര ശ്വാസം മുട്ടി ഈ രോഗി മരിക്കുകയാണെന്ന്. ആ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ശ്വാസം മുട്ട്. അല്ലെങ്കിൽ വേഗം വേഗം ബ്രീത്ത് എടുക്കുക, അങ്ങനെയും വരാം. വളരെ ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് എടുക്കുക, അതാണ് കൂടുതൽ ആളുകൾ കണ്ടേക്കുന്നത്. മറ്റൊരു ഇപ്പൊ നമ്മൾ പറഞ്ഞു 1 2 3 4 5. ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വായ്ക്കകത്ത് മുഴുവൻ അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ചുണ്ടൊക്കെ വരണ്ട് വായ്ക്കകത്തൊക്കെ നല്ലോണം വരൾച്ച അനുഭവിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ഡ്രൈ മൗത്ത് ഉണ്ടാകും. ഇനി അടുത്ത ലക്ഷണമാണ് നോസിയ. അതായത് അവർക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാനായിട്ട് തോന്നും. ഇത് വേറെ ലക്ഷണം ഞാൻ കണ്ടിട്ടുണ്ട്. ടോയ്ലറ്റിലോട്ട് പോകാനായിട്ടും ചിലർ ശ്രമിക്കാറുണ്ട്. ആ രണ്ട് രീതിയിലും വരാം, ഛർദ്ദിക്കാൻ. രണ്ട് മാർഗത്തിലൂടെയും സംഭവിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നോസിയ. പിന്നെയുള്ളത് പല ഭാഗങ്ങൾ ഇങ്ങനെ ഒരു ടിങ്ക്ലിംഗ് ആയിട്ടുള്ള സെൻസേഷൻ, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പല പല ഭാഗങ്ങൾ ഇങ്ങനെ ഒരു ടിങ്ക്ലിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യും അവർക്ക്. പിന്നെയുള്ളത് തലകറക്കമാണ് അടുത്ത ലക്ഷണം. അതായത് മൊത്തം ഭൂമി കറങ്ങുന്ന പോലെയോ അല്ലെങ്കിൽ അവർ തനിയെ കറങ്ങുന്ന പോലെയൊക്കെ തോന്നാം. ഇതൊക്കെ ഇയർ ബാലൻസിന്റെ ഇഷ്യൂസിൽ ഇത് വരാം. ഒരു ഭക്ഷണം കഴിച്ചിട്ട് പറ്റാത്ത കേസിൽ ഇത് വരാം. ഒരു ഹൃദയാഘാതത്തിലും ഇതൊക്കെ വരാം. പക്ഷെ ഇതൊരു സ്ഥിരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഇത്രയും ലക്ഷണങ്ങൾ അതിൽ മിക്കവാറും ഒരു 5 ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് പാനിക് അറ്റാക്ക് ആയിരിക്കും. ഫിസിക്കൽ സിംറ്റംസ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇനിയുള്ളത് ഫിസിക്കൽ സിംറ്റംസ് അവിടെ നിന്നു. അടുത്ത് നമ്മൾ നോക്കുന്നത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് വരുന്നുണ്ട്. അത് പ്രധാനമായിട്ടൊരു 5 സിംറ്റംസ് ആണ് ഈ ഒരു കോമൺ ആയിട്ട് പറയുന്നത്. ഇതൊരു കൃത്യമായ പുസ്തകമോ അങ്ങനെയൊന്നും അല്ല, എക്സ്പീരിയൻസിലൂടെ നമ്മൾ മനസ്സിലാക്കിയ വിവരങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് 100% നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയായിക്കൊള്ളുന്നില്ല. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. കാരണം ഒരു ക്ലാസ്സോ ഒരു പാഠ്യ പദ്ധതിയോ ഒന്നും നമ്മൾ ഞാൻ ഈ ഒരു ഭാഗം ആരെയും പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ ഏരിയ ഹിപ്നോതെറാപ്പിയാണ്, അല്ലാതെ ഇത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ എനിക്കൊരു എൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്, എനിക്ക് ക്ലയൻസ് ഈ മേഖലയിൽ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് പറയുന്നത്. അപ്പൊ സൈക്കോളജിക്കൽ സിംറ്റംസിൽ പ്രധാനമായിട്ടും വരുന്നത് ഫിയർ ഓഫ് ഡെത്ത് തന്നെയാണ്. അതായത് ഫിയർ ഓഫ് ഡൈങ്, അതായത് ഞാൻ മരിച്ചു പോകും. ഇവർ പ്രധാനമായിട്ടും പറയുന്നത് സാറേ എനിക്കിനി അധികം ഉണ്ടെന്ന് തോന്നുന്നില്ല, എനിക്ക് നാട്ടിൽ പോയി എന്ത് ചെയ്യണം, ഞാൻ നിക്കാഹ് കഴിഞ്ഞു, എനിക്കിനി കല്യാണം കഴിക്കാൻ പറ്റുമോ, എന്താ ചെയ്യണത് എനിക്കൊരു പിടിയില്ല, അങ്ങനെ 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 പല പല ആശങ്കകളായിരിക്കും. അതായത് ഞാൻ മരിച്ചു പോകുമെന്നുള്ള ഒരു ആശങ്ക തന്നെയായിരിക്കും ഇവർ പ്രധാനമായിട്ടും പറയുന്നുണ്ടാകുക. മറ്റൊന്ന് എൻ്റെ കൺട്രോൾ എന്നിൽ നിന്ന് വിട്ടുപോകുന്നു. അതായത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അതായത് എൻ്റെ കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും വിട്ടുപോകുന്നു എന്നുള്ളൊരു ഭയം അവർക്ക് വരിക. ഞാൻ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. അത് തന്നെയാണ് പ്രധാന ലക്ഷണം. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അടുത്തത് ഒരു ഒരു കണക്ഷൻ ഫീൽ ഇല്ലാത്ത, ഫീലിംഗ് ഡിസ്കണക്റ്റഡ്. അതായത് ഒരു മുൻപ് എന്തായിരുന്നു ഇനി എന്താണ് എന്നുള്ള ഒരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുള്ളതായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. അവർ എവിടെ എന്താ ഏതാ സ്ഥലകാല ബോധമില്ലായ്മ അവർക്ക് ശരിക്കും ഇതിൽ ഫീൽ ചെയ്യും. പിന്നെയുള്ളത് അവർ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ദാറ്റ് അനദർ അറ്റാക്ക് വിൽ കം. അതായത് ചില ആളുകൾക്ക് ഒരു അറ്റാക്ക് വന്നവരാണ്. ഇപ്പൊ എൻ്റെ ഒരു ക്ലയന്റ് ഉള്ളത്, അദ്ദേഹത്തിന് ഒരു അറ്റാക്ക്, ഹൃദയാഘാതം വന്നൊരു ക്ലയന്റ് ആയിരുന്നു. അവർക്ക് ഈ പാനിക് അറ്റാക്സിന്റെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട്. എന്താ കാരണം? രണ്ടാമത്തെ ഒരു അറ്റാക്ക് വരുമോ എന്ന് ഭയപ്പെട്ടാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അപ്പൊ രണ്ടാമതൊരു ഹൃദയാഘാത സാധ്യത ഉണ്ട്. അപ്പൊ എല്ലായ്പ്പോഴും ഈ ഒരു പാനിക് അറ്റാക്സിന് എന്തായിട്ടാണ് കാണുന്നത്? ഒരു ഹൃദയാഘാതമായിട്ടാണ് ഇവർ കാണുന്നത്. അപ്പൊ അവിടെ നമുക്ക് കൗൺസിലിംഗിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ അവിടെ ഒരു 8 സെഷനോളം ഒരു ക്ലയന്റിന് ചെയ്തിട്ടാണ് അയാൾ സെറ്റ് ആയത്. അപ്പൊ അയാൾക്ക് ഇതായിരുന്നു പ്രശ്നം, ഈ പറഞ്ഞ പോലെ അറ്റാക്ക് സംഭവിക്കുമെന്നുള്ള ഒരു പേടി. അപ്പൊ ഇതാണ് അവരുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സിംറ്റംസ്. ഇത് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തോന്നുന്ന ഒരു തോന്നലാണ് ഇനി എനിക്ക് രക്ഷയില്ല, ഞാൻ രക്ഷപ്പെടില്ല, എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുഴഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. ബോധക്ഷയത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ കുറച്ചു നേരം എവിടെയെങ്കിലും വീണു പോവാം. പക്ഷെ ഇവർ പറയുന്ന മറ്റൊരു പ്രധാന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചു, നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ ചിലപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷനിൽ പോണ സമയത്തായിരിക്കും, സ്റ്റേജിൽ ആ പ്രസന്റ് കൊടുക്കാൻ കയറുന്ന സമയത്തായിരിക്കും ഇവർക്ക് ഇത് സംഭവിച്ചെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് നാണക്കേടും ഉണ്ട്. അപ്പൊ അവരിങ്ങനെ പേടിച്ചിട്ടാണ് എപ്പോഴാണ് ഈ അറ്റാക്ക് വരുന്നത്. കളിക്കുന്ന കുട്ടികളില് ആ ഒരു ടൈമിൽ ഇവർക്ക് ഇത് വരാറുണ്ട്.
അപ്പൊ പല പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ കുട്ടികൾക്ക് ഇത് വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ആ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രതിസന്ധി ഈ പാനിക് അറ്റാക്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മൂവ് ചെയ്യാം. ടൈപ്പ് ഓഫ് പാനിക് അറ്റാക്സ്. ടൈപ്പ് ഓഫ് പാനിക് അറ്റാക്സ്. ഇതുവരെയുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ല ഇത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കേജ് ആണ്, ഒരു സ്മോൾ പാക്കേജ് ആണ്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇത് കഴിയുമ്പോൾ കേട്ടോ. തളർന്നോ നിങ്ങൾ പലരും? കുറച്ച് ഇല്ല. വെള്ളം. ഒരു സംശയം, ഈ ബ്രെയിൻ ബ്ലാങ്ക് ആയിട്ട് പോകുന്ന സമയമുണ്ടോ? അങ്ങനെ ഒരു ലക്ഷണം കാണിക്കുന്നുണ്ടോ? ബ്രെയിനിൽ ഒന്നുമില്ലാതെ സഡൻ ആയിട്ട് പെട്ടെന്ന് സ്റ്റേജ്. കാരണം എന്താ പറയാ, ചിന്താശേഷി തീർച്ചയായിട്ടും പോയിട്ട് ഒന്നുമില്ലാതെ വരുന്നു. അതായത് ആൾക്ക് വേറെ എന്താ തോന്നണേ, ഈ ഒന്നിലെ ശൂന്യത മാത്രമാണോ തോന്നണേ, അല്ലാതെ വേറെ ഫിസിക്കൽ സിംറ്റംസ് ഒന്നുമില്ല, തളർച്ച, ക്ഷീണം, അങ്ങനെ എന്ത് ചെയ്യണം എന്നൊന്നും അറിയാൻ പാടില്ലാതെ നിർവികാരനായിട്ട് ാണത്. അതൊരു നമുക്കൊരു പാനിക് അറ്റാക്കിന്റെ കീഴെ കൊണ്ടുവരുമോ എന്ന് വെച്ചാൽ അങ്ങനത്തെ ലക്ഷണങ്ങൾ ഇതുവരെ അങ്ങനെയുള്ള ഒരു ക്ലയന്റ് എനിക്ക് വന്നിട്ടില്ല. പക്ഷെ അതെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റക്കിലേക്ക് പോവാണ്. ഒരു അല്ല, അങ്ങനത്തെ ക്ലയന്റ് ഉണ്ട് കേട്ടോ. ഒരു പയ്യൻ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ സംസാരിക്കണ്ടെന്ന് ആ കുട്ടിക്ക് അറിയണില്ല. കുറച്ചു നേരം അനങ്ങാതെ ഇരുന്ന് ഒരു പെട്ടെന്ന് നമ്മളെ ചെയ്യണ കാര്യം അമ്മയൊക്കെ ആ കുട്ടിയുടെ അമ്മ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചല്ലെങ്കിൽ ഒരു പുറത്തൊരു തട്ട് കൊടുക്കുമ്പോൾ അവൻ തിരിച്ച് ആ ഒരു ലോകത്തിലേക്ക് വരുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് പാനിക് അറ്റാക്കിന്റെ കീഴിൽ വരുത്താനായിട്ട് സാധിക്കില്ല കേട്ടോ. പാനിക് അറ്റാക്സിൽ എപ്പോഴും സൈക്കോളജി സിംറ്റംസിന്റെ പോയിന്റ്സ് മാത്രം പറഞ്ഞത്. പറയാം. ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ക്യൂഐക്ക് തരാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് നീങ്ങില്ല. ഓക്കെ, നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. താങ്ക്സ്. സൈക്കോളജിക്കൽ സിംറ്റംസ്: ഫിയർ ഓഫ് ഡൈയിങ്, ഫിയർ ഓഫ് ലോസിങ് കൺട്രോൾ, ഫീലിംഗ് ഡിസ്കണക്റ്റഡ്, fear that another attack will come. ഇപ്പൊ പാനിക് അറ്റാക്കുള്ള ആളുകൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവുമോ? ഇല്ല, വിമ്പിൾ നടത്തുന്ന എല്ലാ ക്ലാസ്സും റെക്കോർഡ് ക്ലാസ് ഉണ്ട്. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. എന്ന് കരുതി ഇപ്പോ ലെഫ്റ്റ് അടിച്ച് പോകരുത് കേട്ടോ. ഞാൻ എപ്പോഴും ഒരു കാര്യം ഫിയർ ഓഫ് ഡെത്ത് മാറി ആങ്സൈറ്റി, മറ്റേ കുട്ടികളിലാണെങ്കിൽ ഈ ആങ്സൈറ്റി, പേടി, അങ്ങനത്തെ ഒക്കെ ആയിരിക്കും വരിക. ഡെത്ത് കുട്ടികളിൽ ഉണ്ടാവില്ല. കുട്ടികൾക്ക് മരണഭയമൊക്കെ വരുന്ന സമയം കുറച്ചുകൂടെ മെച്യൂരിറ്റി സ്റ്റേജിൽ അവർ ഞാൻ മരിക്കോ, അത് ജീവിതത്തെ പറ്റിയിട്ട് അമിതമായ, അതായത് എനിക്കൊരു കുട്ടി ഉണ്ടായി, ആ കൊച്ചിന്റെ കല്യാണം ഒന്ന് കഴിയണവരെങ്കിലും, അത് കഴിഞ്ഞ് ആ കുട്ടിയുടെ കല്യാണം കഴിയണവരെങ്കിലും മനുഷ്യന്റെ ആശുപത്രി. അപ്പൊ ഈ ആശകൾ വരുമ്പോഴാണ് ഫിയർ ഓഫ് ഡെത്ത് വരുന്നത്. കുട്ടിക്ക് എന്ത് ഫിയർ ഓഫ് ഡെത്ത്? അല്ലാതെ ഞാൻ ചോദിച്ചത്, അപ്പൊ ആ ഫിയർ ഓഫ് ഡെത്തിന് പകരം കുട്ടികളിൽ എന്താ കാണുകയെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. കുട്ടികളുടെ പാനിക് അറ്റാക്സ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പം എന്നെ ഓർമ്മിപ്പിക്കണം. നമുക്ക് ടൈപ്പിലേക്ക് പോവാം. കുറച്ച് ഭാഗങ്ങൾ എടുക്കാണ്ട് 9:30 വരെ എനിക്ക് അനുവദനീയമായ സമയമുള്ളൂ. 9:30 ക്ലൈന്റ് ഉണ്ട്, പ്രശ്നം. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് പാനിക് അറ്റാക്സ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺഎക്സ്പെക്ടഡ് പാനിക് അറ്റാക്കിൽ പ്രധാനമായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവുമില്ല, യാതൊരുവിധ കാരണങ്ങളുമില്ല, പെട്ടെന്ന് അങ്ങോട്ട് കയറി വരും. അതായത് ഒരു കോസ് ഇല്ല. അപ്പൊ നമ്മളെപ്പോഴും പറയും ഒരു കാരണം വേണം എന്തിനും, പക്ഷെ ഇവിടെ കാരണമില്ല. ചിലപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ട്രോമയെ പറ്റിയുള്ള ഒരു ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രത്യേക ഗന്ധമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാഴ്ചയായിരിക്കാം, ഒരു ന്യൂസ് ആയിരിക്കാം. അങ്ങനെയുള്ള കുറെ റീസൺസ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. പെട്ടെന്ന് അത് വരും, ഉറങ്ങുമ്പോൾ പോലും വരും. സോ അതിനെ വിളിക്കുന്ന, ആ ഒരു കാറ്റഗറീനെ വിളിക്കുന്ന പേരാണ് അൺഎക്സ്പെക്ടഡ് പാനിക് അറ്റാക്സ്. ഇനിയുള്ളത് എക്സ്പെക്ടഡ് പാനിക് അറ്റാക്ക്. എക്സ്പെക്ടഡ് പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ അവിടെ ഉണ്ട്. സിറ്റുവേഷൻ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഏതൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് വരുന്ന പ്രധാനപ്പെട്ട പാനിക് അറ്റാക്കിന്റെ റീസൺ എക്സാം ആണ്. കുറച്ചുകൂടെ പ്രായത്തി കഴിഞ്ഞാൽ ഒരു യങ്ങർ അഡൽട്ട്ഹുഡിലോട്ടൊക്കെ വരുന്ന സമയത്ത് അവിടെ എന്താ വരുന്നത്, അവർ ഇന്റർവ്യൂവിനൊക്കെ പോകും. അപ്പൊ പാനിക് അറ്റാക്ക് ആയി. മിക്കവാറും ഞാൻ കണ്ടേക്കുന്നത് അവർ ഇപ്പൊ കൂടുതൽ കാണുന്ന ട്രെൻഡ് ടോയ്ലറ്റിലോട്ട് വിടുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വൊമിറ്റിംഗ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി. ഇപ്പൊ ടോയ്ലറ്റിലോട്ട് പോവാ, ഒരു സമാധാനം, അത് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സുഖമുള്ളൂ എന്ന് പറയുന്ന യൂത്തിനെ ഞാൻ കാണുന്നുണ്ട്. പിന്നെയുള്ളത് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് നോക്കിയാൽ മതി, സ്റ്റേജ് ഫിയർ ആണ്. അപ്പൊ സ്റ്റേജ് കയറുന്നതിന് മുമ്പ്, പിന്നെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അത് പിന്നെ
ക്ലോസ്ട്രോഫോബിയ അങ്ങനെ കുറെ റീസൺസ് ഒക്കെ അതിന്റെ പുറകിലുണ്ട്, ആയിരിക്കും നമ്മൾ പോണില്ല. ഒരു വളരെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം, ക്ലോസ് ആയിട്ടുള്ള സ്ഥലമൊക്കെ ഇരിക്കുമ്പോഴാണ് ആ ഒരു സഫോക്കേഷൻ ഫീലിങ്സ് ആണത്. എന്നാലും അത് ഇതിന് കീഴിൽ വരുന്നുണ്ട്. ഫ്ലൈറ്റ്, പിന്നെയുള്ളത് ഹോസ്പിറ്റൽ. അതാണ് കൂടുതൽ ആളുകൾ ഞാൻ കണ്ടേക്കണത്. ആരെങ്കിലും ഒരാൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ പല പല പ്രശ്നങ്ങൾ അവർ കാണുകയാണ്, അപ്പൊ അവർ അത് തന്നിലേക്ക് സ്വാംശീകരിച്ചെടുക്കും. അപ്പൊ ഹോസ്പിറ്റൽ അങ്ങനെയുണ്ട്. പിന്നെ ക്രൗഡിന്റെ ഇടയിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, അങ്ങനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഒരു എക്സ്പെക്റ്റഡ് പാനിക് അറ്റാക്സിന്റെ കീഴിലുള്ള സ്പെസിഫിക് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി അടുത്തത് സിറ്റുവേഷണൽ ഡിസ്പോസ്ഡ്. സിറ്റുവേഷണൽ പ്രീഡിസ്പോസിറ്റിൽ എന്തൊക്കെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കോള് വന്നു, അത് കേൾക്കാലോ അല്ലെ? വോയിസ് ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? ആണ് അതെ. എനിക്ക് ഒരു കോള് കയറി വന്നപ്പോൾ ഞാൻ കോള് കട്ട് ചെയ്തു, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, സിറ്റുവേഷണൽ പ്രീഡിസ്പോസിറ്റിൽ പ്രധാനമായിട്ട് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചില സമയത്ത് അത് വരും, ചില സമയത്ത് വരില്ല. അതാണ് സിറ്റുവേഷണൽ പ്രീഡിസ്പോസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ലിഫ്റ്റിൽ ചില സമയത്ത് കയറുന്ന സമയത്ത് എനിക്കത് വരും, പക്ഷെ എനിക്ക് ലിഫ്റ്റ് ചില സമയത്ത് കയറുമ്പോൾ ഓക്കെയാണ്, ചില സമയത്ത് മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. അതായത് ഒരു സിറ്റുവേഷൻ, ഒരേ സിറ്റുവേഷൻ ചിലപ്പോൾ ആ സിറ്റുവേഷൻ ഒരു കോസ് ആവുകയും ചിലപ്പോൾ അത് ആവാതിരിക്കുകയും ചെയ്യും. ഡിപ്പെൻസ് അപ്പോൺ ആ വ്യക്തിയുടെ ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ടാണ് ആ സിറ്റുവേഷൻ അവർ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് സിറ്റുവേഷൻ പ്രീഡിസ്പോസ്ഡ് എന്ന് പറയുന്നത്. ഇനി നൊക്ടേണൽ പാനിക് അറ്റാക്ക്. എന്താണ് നൊക്ടേണൽ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞത്? NOCTURNAL. നൊക്ടേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രാത്രി ഒരാൾ ഉറങ്ങുകയാണ്, അതിന് പെട്ടെന്ന് അവർ എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. അത് എഴുന്നേറ്റിട്ട് അവർ പറയണത് എന്താണെന്നറിയോ? തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഭാര്യ തട്ടി വിളിച്ച്, എടി ഒന്ന് എഴുന്നേറ്റേ. അപ്പൊ ഒരു എഴുന്നേറ്റു. എന്താ ചേട്ടാ ചോദിച്ചു. എടി എനിക്ക് ഇവിടെ ഒരു പെയിൻ വരുന്നത് പോലെ. കഴിഞ്ഞില്ലേ, അവരുടെ കാര്യം തീർന്നില്ലേ? നമ്മുടെ പാനിക് അറ്റാക്ക് ഇത്രയേ ഉള്ളൂ, അവർക്ക് അടുത്ത ശരിക്കുള്ള അറ്റാക്ക് വരികയാണ്. അയ്യോ ഇപ്പൊ എന്താ പറ്റിയേ? പിന്നെ അവരെയായി തൊട്ടപ്പുറത്ത് ലൈറ്റ് ഇട്ടു, അവിടെ അമ്മേനെ വിളിച്ചു, അച്ഛനെ വിളിച്ചു, വീട്ടിലെ ആൾക്കാർ മുഴുവൻ എഴുന്നേറ്റു. കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തെ അയൽവക്കത്തെ ആൾക്കാരും എഴുന്നേറ്റു. ഇപ്പോഴത്തെ കാലത്ത് അയൽവക്കത്തെ ആൾക്കാർ എഴുന്നേൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. എന്നാലും അപ്പോ ട്രേസ് ചെയ്തു, സ്വെറ്റിങ് ചെയ്യുന്നു, അവിടെ ബ്രീത്ത്ലെസ് ആവുന്നു, ഇഷ്യൂ ആവുന്നു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് അവിടെ ഒരു 1000 രൂപയുടെ ECG, പിന്നെ ഒരു എക്കോ, ഒരു 10,000 രൂപ. അത് കഴിഞ്ഞ് വലിയ കുഴപ്പമില്ല, ഒരാഴ്ച കുറച്ച് മരുന്നൊക്കെ തന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ എത്ര രൂപ പോയി? അപ്പൊ കാരണം എന്താണ്? ഇതാണ് പ്രശ്നം. അപ്പൊ അവർക്കൊരു ഹിസ്റ്ററി ഉണ്ടോന്ന് ആദ്യം നോക്കുക. ശരിക്കും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ ഇത് കൃത്യമായിട്ട്, എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇനി കാണേണ്ടത് സൈക്കോളജിസ്റ്റിനെയാണ്, നമുക്കിനി ഒന്നും ഇതിൽ ചെയ്യാനില്ല എന്നൊരു ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മുടെ ഡോക്ടേഴ്സ് അങ്ങനെ പറയുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. ശരിക്കും അങ്ങനെ സൈക്കോളജിസ്റ്റ് പറയുന്നവരുണ്ട്, അതിന്റെ എക്സാമ്പിൾ ഉണ്ട്. പക്ഷെ അത് റെഫർ ചെയ്യണം. ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും, ഈസി ആയിട്ട് ഒരു കാർഡിയോളജിസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഇത് പാനിക് അറ്റാക്ക് ആണെന്ന്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ നൊക്ടേണൽ പാനിക് അറ്റാക്സ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് എന്തുകൊണ്ടൊക്കെയാണ് പാനിക് അറ്റാക്സ് വരുന്നത്? വൈ പാനിക് അറ്റാക്സ് ഹാപ്പൻസ്? ആ ഒരു ഏരിയയിലേക്ക് പോകും. അതായത് കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്, കുറേ കാരണങ്ങൾ നമുക്ക് അൺനോൺ ആണ്, എന്നാലും നമുക്കറിയാവുന്ന കുറേ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പ് സ്ട്രെസ് ഉണ്ട് കേട്ടോ, യൂസ്ട്രെസ് ആൻഡ് ഡിസ്ട്രെസ്. അതിൽ യൂസ്ട്രെസ് അല്ല, യൂസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കൊളസ്ട്രോൾ കിട്ടില്ലേ, എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെസ്. ഇന്ന് 8:30 പ്രശാന്തിന്റെ ക്ലാസ് ഉണ്ട്, ചോറൊക്കെ ഒന്ന് വേഗം ഉണ്ണട്ടെ, കുട്ടിക്ക് വേഗം ചോറ് വിളമ്പി കൊടുക്കട്ടെ, പാത്രങ്ങളൊക്കെ ഒരു മൂലയ്ക്ക് തള്ളട്ടെ, ഈ ഒരു സ്ട്രെസ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ? അതാണ് യൂസ്ട്രെസ് എന്ന് പറഞ്ഞാൽ. അതില്ലെങ്കിൽ മനുഷ്യൻ മുന്നോട്ട് നീങ്ങില്ല. മനുഷ്യൻ ഒരടി മുന്നോട്ട് നീങ്ങണമെങ്കിൽ നമുക്ക് സ്ട്രെസ് വേണം. ഇനി ഡിസ്ട്രെസ്, അങ്ങനെ നിങ്ങൾ പാചകം ചെയ്യുന്ന സമയത്ത് കുറച്ച് കറിയൊക്കെ അവിടെ തട്ടിപ്പോയി, അവിടെ ആകെ കുളമഴയായി, അതിനൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, അപ്പൊ അത് ഡിസ്ട്രെസ് ആയി. അത്രയും സ്ട്രെസ്സിന്റെ ആവശ്യമില്ല. അപ്പൊ ഡിസ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകള്. മറ്റൊന്ന് ട്രോമ, പലവിധ ട്രോമാസ്, അതായത് ചെറുപ്പകാലഘട്ട ചൈൽഡ്ഹുഡ് ട്രോമ ഉൾപ്പെടെയാണ് അതിന് കാരണം. അപ്പൊ ഞാൻ എനിക്ക് രസകരമായിട്ടുള്ള കാര്യം ഞാൻ ചോദിക്കുകയും ഓരോ ക്ലൈന്റ് വരുമ്പോൾ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് വരാൻ കാരണം എന്നൊന്നും ഓർക്കാൻ പറ്റും? എനിക്കറിയില്ല സാറേ. അപ്പൊ നമ്മൾ അവർ ചെറുപ്പകാലങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങും. അപ്പൊ അതിൽ ഒരാൾ പറഞ്ഞത്, എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ്റെ കൂടെ കുറച്ച് നാൾ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു.
അപ്പൊ അച്ഛന് കാർഡിയക് അറ്റാക്ക് ആണ് ഉണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ അന്ന് വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ലക്ഷണങ്ങൾ വരാൻ തുടങ്ങിയത് ഒരാൾ പറഞ്ഞു. വേറൊരാൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കടബാധ്യത, വീട്ടുകാരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട്, പിരിമുറുക്കം, സ്ട്രെസ്, അതിൽ നിന്നാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ നോക്കി നോക്കിയേ, ഓരോ ക്ലയന്റിന് പറയാനുണ്ടാവുന്ന കഥകൾ വ്യത്യസ്തമാണ്. അപ്പൊ എനിക്ക് 3 ക്ലയന്റ് ഉണ്ട് പാനിക് അറ്റാക്കുമായി റിലേറ്റ് ചെയ്തിട്ട്. 3 ആളുടെ റീസണും ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക പാനിക് അറ്റാക്ക് ഇന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റൂ? അത് ക്ലയൻസിനനുസരിച്ച് കൊണ്ട് സബ്ജക്റ്റീവ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ 3 ക്ലയൻസിന് ഇങ്ങനെയുള്ള ലക്ഷണമൊക്കെ ആയിരുന്നു. പിന്നെയുള്ളത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂസ് ആണ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. അത് ഇതിനെ ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മറ്റൊരു ഇഷ്യൂ, എന്റെ ക്ലയന്റിന് വന്നൊരു ഇഷ്യൂ, അതാണ് ഫിനാൻഷ്യൽ ഇഷ്യൂസ്. അവര് ഫിനാൻഷ്യൽ ഇഷ്യൂസിന് പാനിക് അറ്റാക്ക് വന്നിട്ട് വീണ്ടും എവിടെയാ വരണേ? എവിടേക്കാ പോണേ? കൗൺസിലറിന്റെ അടുത്തോട്ട്. കൗൺസിലർ പറയുന്നു പ്രധാനമായിട്ട് 5 സെഷൻ വേണ്ടി വരും. ഒരു സെഷൻ 1000 രൂപ, മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ 5000 രൂപ, 4500 അടച്ചാൽ മതി. 10 പൈസയിലാണ്ട് അതിന്റെ ടെൻഷനിൽ പാനിക് അറ്റാക്ക് ആയിട്ട് ചെല്ലുന്ന ക്ലയന്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ എല്ലാവർക്കും? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ നോമിനൽ എമൗണ്ട് ചാർജ് ചെയ്യും, വേറെ വഴിയൊന്നുമില്ല അതിനകത്ത്. അപ്പം ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെന്തൊക്കെ വരുന്നുണ്ട്? ജോബ് സ്ട്രെസ് വരുന്നുണ്ട്. ഡിഫറെന്റ് സ്ട്രെസ്സസ് ഉണ്ട്. ജോബ് സ്ട്രെസ്, പിന്നെയുള്ളത് സ്ലീപ്പ് ഡിപ്രിയേഷൻ, ഉറക്കത്തിലുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, ഉറക്കം കൃത്യമായിട്ട് വരാതിരിക്കുന്ന ജോലി എങ്ങനെയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഹോർമോണൽ മെലറ്റോണിൻ പോലുള്ള സാധനങ്ങൾ കുറയുക, ഡിപ്രഷന്റെ കുറെ ലക്ഷണങ്ങളൊക്കെ വരിക, അങ്ങനെ വരാം. പിന്നെ ടു മച്ച് കഫേൻ കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസ് ധാരാളമായിട്ട് കഴിക്കുന്നത്, അത് കറക്റ്റ് റിലേറ്റഡ് ആണ്. കാരണം അത് കഴിക്കുമ്പോൾ ഉറക്കം കുറയുമ്പോൾ ഈ പ്രശ്നം വരും. എനർജി ഡ്രിങ്ക്സുകൾ ധാരാളമായിട്ട് കഴിക്കുന്നത്, സ്മോക്കിംഗ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുപോലെ തന്നെ ആൽക്കഹോൾ വിഡ്രോവൽ ഇത് ധാരാളമായിട്ട് കാണിക്കുന്നുണ്ട്. ആൽക്കഹോൾ വിഡ്രോവലിന്റെ കുറച്ച് സമയം, ഒരു 21 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയണേ. 21 ഡേയ്സ് ഫുൾ ഒരു ആൽക്കഹോൾ കഴിക്കാത്ത ഒരാള് 21 ദിവസം പൂർത്തീകരിച്ച് ആൾ രക്ഷപ്പെട്ടു. അതല്ലെങ്കിൽ ബുദ്ധിമുട്ടായി. 21 ദിവസം അയാൾ പലതും കാണും. പ്രേതം വന്ന് പിടിക്കുന്നതായിട്ടും, എന്റെ കഴുത്ത് പിടിച്ച് ഞെക്കുന്നതായിട്ടും, കാലൻ വന്ന് എന്നെ കൊണ്ടുപോകുന്നതായിട്ടും, ഒരു വലിയൊരു ഭസ്മത്തിന്റെ കൂന കെട്ടിയിട്ട് അതിന് മുകളിൽ ഒരു സന്യാസി ഇരിക്കുന്നതായിട്ടും, പല പല രൂപങ്ങൾ അവർ പറയുന്നത്, വിഷ്വല് പറയുന്നത്. ഞാനിതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കൂട്ടോ, ഒരു റെഫറൻസിന് വേണ്ടി. അതുകൊണ്ടാണല്ലോ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. നമ്മളിങ്ങനെ ചോദിച്ചു വെക്കുക. ഓരോ ക്ലയന്റും നമുക്ക് ഓരോ പഠനമാണ്. അവരുടെ അനുഭവങ്ങൾ നമ്മൾ കുറിച്ചു വെക്കുക. കാരണം നമുക്ക് നാളെ ഒരു ക്ലാസ്സിൽ പറയാനുള്ള സംഗതി പോകതേ കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ ലക്ഷണങ്ങൾ പറയുന്നതിന് 21 ദിവസമാണ് അവരുടെ ടൈം, അത് പൂർത്തീകരിക്കണം. ഹെൽത്ത് ആൻസൈറ്റി, അതായത് ഇവര് ആരോഗ്യമാസിക യൂട്യൂബ് വില്ലൻ, നിങ്ങൾക്ക് ഈ ലക്ഷണമുണ്ടോ? എന്നാൽ നിങ്ങൾ പോകുന്നത് ഇതിലൂടെയാണ്. നിങ്ങൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ലേ? ഇതുവരെയായി നിങ്ങൾ ചെയ്തില്ലേ? എന്നാൽ നിങ്ങൾ ട്രോമയിലോട്ടാണ് പോകുന്നത്. ഇങ്ങനെ പല 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 കാര്യങ്ങൾ കാണുന്നു. അത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ നമുക്ക് കാണിച്ചു തരാം. ദയവ് ഇത് നിങ്ങൾ നോക്കരുത് നെറ്റില്. എന്ത് നോക്കരുത്? എന്താണ് ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് റെഫർ ചെയ്യുന്ന അത്ര നല്ല കാര്യമല്ല. ആ സമയം അപ്പുറത്ത് പോയിട്ട് ആ ചെടിയുടെ ചുവട്ടിലെ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ചെടി നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി വേറെ. അപ്പൊ അതൊക്കെ ചെയ്യുക. ഇങ്ങനെ ഒരുപാട് നെറ്റിൽ റെഫർ ചെയ്യാതിരിക്കുക. ഹോർമോണൽ ചേഞ്ചസിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും ഈ മെനോപോസൽ ആ സ്റ്റേജസ് വരുന്നു. ആ ടൈമില് പുരുഷന്മാർക്ക് വരുന്നു. പല പല രീതിയിലുള്ള ഇപ്പൊ തൈറോയ്ഡ് ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺ ഇഷ്യൂസ് വരുമ്പോഴൊക്കെ തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ ആ ഒരു വേരിയേഷൻസ്, T3 T4ന്റെ ആ ഒരു വേരിയേഷൻസ് ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ മാനസിക നിലയെ ഗുരുതരമായിട്ട് ബാധിക്കുന്നതാണ്. പിന്നെയുള്ളത് ജെനറ്റിക്സ് എന്ന് പറയുന്നത് നല്ല നല്ല എക്സ്ക്യൂസ് മീ സർ, ഈ കഴുത്ത് പിടിക്കുന്നതൊക്കെ പറഞ്ഞില്ലേ, അത് ഈ ഉറങ്ങുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ആൽക്കഹോൾ വിഡ്രോവലിന്റെ സിംറ്റംസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓ അതെ. അല്ല, ഒരു കുട്ടിക്ക് തോന്നും ഉറങ്ങുമ്പോൾ കഴുത്ത് പിടിക്കുക, ആരോ ബെഡ്ഷീറ്റ് പിടിച്ചു വലിക്കുക, അതൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാ? അല്ല, അത് ഈ പാനിക് അറ്റാക്കുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അവർക്ക് ആ കുട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു കേസ് ഹിസ്റ്ററി നമുക്ക് കിട്ടണം. ഇപ്പം ഇത് മാത്രമാണ് ആ കുട്ടിക്ക് വരുന്നത്, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ആ കുട്ടിയുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു, ആ കുട്ടിയുടെ റിലീജിയസ് ആസ്പെക്ട്സ് എങ്ങനെയാണ്, ആ കുട്ടിയുടെ രക്ഷിതാക്കൾ എങ്ങനെയൊക്കെയാണ് ആ കുട്ടിയെ പല കാര്യങ്ങളും പഠിപ്പിച്ചിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ നോക്കണം. ഇപ്പൊ നമ്മള് ടെമ്പറേച്ചർ ഉണ്ട്, പനിയാണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. എല്ലാം നോക്കണം. എന്നിട്ട് നമുക്ക് അതിനകത്തൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കുട്ടി നിങ്ങളുടെ അടുത്തോട്ട് വന്നത്? അത് വേറൊരാളോട് ഈ പറയുന്നത് കേട്ടത്, ഞാൻ ജസ്റ്റ് ആ ഒരു ഇതേ കേട്ടുള്ളൂ. കഴുത്ത് ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഉറക്കം വരുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. ചെറിയൊരു കുട്ടിയാ.
അപ്പം ഉം. ഇങ്ങനെ രാത്രി വന്ന് ആരോ ഇങ്ങനെ കഴുത്ത് പിടിച്ച് നിൽക്കുന്നു, ബെഡ്ഷീറ്റ് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നു ഒക്കെ ആളെ പറയുന്നു. കാണുന്നുണ്ടോ? ആളെ ഓ കാണുന്നുണ്ടോ? ആളെ കാണുന്നുണ്ടോ കുട്ടി? ആ പ്രേതത്തിനെയോ ആ ആ സംഗതിയോ? ആ അങ്ങനെ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ഈ പറഞ്ഞതുപോലെ പാനിക് അറ്റാക്സിൽ ശരിക്കും ഒരു ഒരു ചോക്കിംഗ് സെൻസേഷൻ ഒക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബസ് സെൻസേഷൻ ഒക്കെ പറയാം. അതായത് നമ്മുടെ കഴുത്തിൽ എന്തോ തങ്ങിയിരിക്കുന്ന പോലെ. പക്ഷെ അതിൽ ഇങ്ങനെ മറ്റുള്ളവർ അതിപ്പോ ആ കുട്ടിക്ക് എന്തെങ്കിലും ഡെല്യൂഷൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു ഹാലുസിനേഷൻസ് ഒക്കെ ഉണ്ട് ഈ കേട്ടോടത്തോളം വെച്ചിട്ട്. അപ്പൊ ചെറിയ രീതിയിൽ ഏതെങ്കിലും ഒരു മൈനർ ഡിപ്രഷന്റെ ലക്ഷണം ആണോ എന്നുള്ളത് നമുക്ക് നോക്കണം. ആ കുട്ടിക്ക് ചെറുപ്പത്തിൽ കൊടുത്തിട്ടുള്ള ഈ അമിതമായ ഈ പ്രേതഭൂതാദികളെ കഥകള് കുട്ടികളെ പറഞ്ഞിട്ട് കിടത്തി ഉറപ്പിക്കുന്ന ഒരു പാരന്റ്സ് ഉണ്ട്. ഞാനും ചെയ്യാറുണ്ട് എൻ്റെ മക്കളെ. വളരെ ദോഷകരമായ കാര്യമാണ്. കുട്ടികൾ അതാണ് സ്വപ്നമായിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ കൊടുക്കുന്ന സമയത്ത് കുട്ടികളുടെ മനസ്സിനകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉത്ഭവിക്കാനുള്ള ഒരു കാരണമുണ്ട്. അപ്പൊ എന്തായാലും പ്രധാനമായിട്ടും ഒരു ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈനർ ഡിപ്രഷന്റെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ ആയിട്ട് ആ കുട്ടി പോകുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഈ എന്താ പറയുന്നത്, കാണാത്തതിനെ കാണുക, കേൾക്കാത്തതിനെ കേൾക്കുക, അവിടെ ഒരു കയറ് കിടക്കുന്ന സമയത്ത് അത് പാമ്പായിട്ട് ഡെല്യൂഷൻ അല്ലെങ്കിൽ അത് ഹാലുസിനേഷൻ പോലെയുള്ള കാര്യങ്ങളായിട്ടാണ് സംഭവിക്കുന്നത്. കുട്ടിയെ ഡീറ്റെയിൽ ആയിട്ടൊരു കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നത് വളരെ അത്യാവശ്യമായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമുക്കത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് കേസ് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെഷൻ ഒരു ദിവസം വെക്കാനായിട്ട് വിമലിനോട് പറയാം. അപ്പൊ നമുക്ക് നിങ്ങളുടെ കുറെ കേസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്കും കൂടി ഇരുന്നുകൊണ്ട് അതിനൊരു ഡിസ്കഷൻ കൊടുക്കാം. നല്ലൊരു സെഷൻ ആയിരിക്കും. നമ്മുടെ അറിവ് കിട്ടും, നിങ്ങൾക്ക് അറിവ് കിട്ടും. ഓക്കെ, അങ്ങനെ തന്നെ വെച്ചാൽ ഓക്കെ സർ. ഡൗട്ട് ചോദിക്കേണ്ട ഒരു സമയമായിട്ടില്ല. ഇനിയുണ്ട് കുറച്ചെടുക്കാൻ. അപ്പൊ എന്താ പറയാ, എനിക്ക് എക്സാം ആയിട്ട് റിലേറ്റഡ് ആയിട്ട് സാറ് പറഞ്ഞല്ലോ. പറഞ്ഞു. ആ, അപ്പോ ചേച്ചിന്റെ മോള് പിന്നെ PSC പരീക്ഷ അവള് കോച്ചിങ് സെന്ററിൽ എല്ലാം അവള് ഫസ്റ്റ് ആണ്. പക്ഷെ എക്സാം എഴുതാൻ പോകുമ്പോഴേക്കും അവൾക്ക് എക്സാം ഹാളിൽ എത്തുമ്പോഴേക്കും ശരീരാകെ വിറക്കുകയും വേർത്ത് എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ആങ്സൈറ്റി ആണ്. പെർഫോമൻസ് ആങ്സൈറ്റി നമ്മൾ അതിനെ ഓമന പേരിട്ട് വിളിക്കും കേട്ടോ. പെർഫോമൻസ് ആങ്സൈറ്റി. ചെയ്യാൻ പറ്റില്ല. നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പോകുന്ന ആളുകളാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ആ പെർഫോമൻസിന് അവിടെ എത്തുമ്പോഴാണ് ഈ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഹിപ്നോതെറാപ്പി സെഷൻസ് അടിപൊളിയാണ് കേട്ടോ. ആ കുട്ടിക്ക് ഈ പറഞ്ഞതുപോലെ ഹിപ്നോതെറാപ്പിയുടെ സെഷൻസ് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഫോബിയ, ആങ്സൈറ്റിക്കൊക്കെ ഹിപ്നോതെറാപ്പി വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. സൈക്കോളജിസ്റ്റ് ആണോ നിങ്ങള്? സൈക്കോളജിസ്റ്റ് ആണോ? ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിനി അതൊരു എന്തായിട്ട് ബിസിനസ് ആയിട്ട് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ പറയാത്തത് നിങ്ങൾ വിമ്പിളിൽ വന്ന് ഹിപ്നോതെറാപ്പി സെഷൻ പഠിക്കണമെന്ന്. അങ്ങനെയില്ല. നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചു. ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാറേ. ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാളെ തുടങ്ങുന്ന ക്ലാസ്. ഓക്കെ. ഞാൻ ഒരിക്കലും പറയില്ല എവിടെ വന്ന് പഠിക്കണമെന്ന്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പോയി പഠിക്കാം. നല്ല ആളുകളിൽ നിന്ന് പോയി പഠിക്കുക, നല്ല അറിവുകൾ നേടുക, അത്രയും. ഓക്കെ, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലാസ്സിൽ ഡിസ്കഷൻ കൂടുതലായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞുതരും കേട്ടോ. ക്ലാസ്സിൽ പറഞ്ഞുതരേ. ഓക്കെ, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഇത് തുടർന്ന് ഡിസ്കസ് ഞാൻ ആ ചെയ്യും. ഗ്രൂപ്പിലുണ്ട്. ശരി ഓക്കെ. ശരി ഓക്കെ. ഇപ്പൊ പാനിക് അറ്റാക്കിന്റെ കാരണങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഹെൽത്ത് ആങ്സൈറ്റി പറഞ്ഞു, ഹോർമോണൽ ചേഞ്ചസ് പറഞ്ഞു, തൈറോയ്ഡ് ഡിസോർഡേഴ്സ് പറഞ്ഞു, ജെനറ്റിക്സ് പറഞ്ഞു, കഴിഞ്ഞു. ഓക്കെ, ഇനി പാനിക് സൈക്കിൾ ആണ്. പാനിക് സൈക്കിൾ ഇതൊരു ശരിക്കും ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ല. ഫ്രീ വെബിനാറിൽ മാത്രം ഇങ്ങനെ ഉൾപ്പെടുത്തി സിമ്പിളായിട്ട് പറഞ്ഞു പോകേണ്ട കാര്യമായിരുന്നു. പക്ഷെ ഇത് നിങ്ങൾക്ക് കിട്ടട്ടെ എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി പറയുന്നത്. അപ്പൊ അത് നന്നായിരിക്കും. അല്ലാണ്ട് ഒരു ചെറിയ പാരഗ്രാഫ് പറഞ്ഞാൽ അതിനെ വലിച്ചു നീട്ടി 3/4 മണിക്കൂർ ആക്കുകയല്ല. നിങ്ങൾക്ക് കിട്ടണം. നിങ്ങളുടെ ചെലവഴിച്ച 45 മിനിറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പാനിക് സൈക്കിൾ പ്രധാനമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹെർട്ട് ബീറ്റ് കുറച്ചുകൂടെ കൂടി. അപ്പോൾ അപ്പൊ എന്താണ് ഒരാൾ ചിന്തിക്കുക, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണോ എന്നുള്ള ചിന്ത വരും. അങ്ങനെ വരുന്ന സമയത്ത് ഫിയർ കൂടും. അങ്ങനെ സമയത്ത് അഡ്രിനാലിൻ കണക്റ്റഡ് ആവും. നിങ്ങൾ ഇങ്ങനെ ഏരോ മാർക്ക് എഴുതി വെക്കണം കേട്ടോ അതൊക്കെ. അപ്പൊ ഹേർട്ട് ഭയങ്കര വേഗതയിൽ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങും. അപ്പൊ വീണ്ടും ഫിയർ കൂടും. അടുത്ത ഫിയറിന്റെ റീസൺ എന്തായിരുന്നു? ആദ്യത്തെ തോന്നലിൽ നിന്ന് ഫിസിക്കൽ ചേഞ്ചസ് വന്നു. ആ ഫിസിക്കൽ ചേഞ്ചസ് സെൻസ് ചെയ്തപ്പോ എഗെയിൻ അവിടെ ഫോം ചെയ്തെന്താ? ഞാൻ മനസ്സിലായോ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. എനിക്ക് മനസ്സിലായി. പണ്ടേ മനസ്സിലായ കാര്യമാണ്. അതായത് ഒരു തോന്നല് വന്നപ്പോ നിങ്ങളുടെ നമ്മുടെ ഫിസിക്കൽ ചേഞ്ചസ്, ഒരാൾ കിടക്കരുത് സാർ, നേരെ ഇരിക്കൂ. ഫിസിക്കൽ ചേഞ്ചസ് വന്നു. ഫിസിക്കൽ ചേഞ്ചസ് വന്നപ്പോ വീണ്ടും എന്ത് വന്നു? വീണ്ടും എന്ത് വന്നു?
4 അക്ഷരമുള്ള ഒരു വേർഡ് വന്നു. എന്താണ് വന്നത്? ഫിയർ വന്നു, ഫിയർ. ഫിയർ വന്നു. ഫിയർ വന്നു അല്ലേ? അത് എന്താ ഫിയർ വരാൻ കാരണം? ആദ്യത്തെ പേടി കൊണ്ടല്ല പിന്നെ ഫിയർ വന്നത്. ആദ്യത്തെ പേടിയോടെ പോയി. പിന്നെ ഫിയർ വരാൻ കാരണം എന്താ? എന്റെ ഹൃദയം എന്തിനാണ് ഇങ്ങനെ കിടന്ന് മിടിക്കുന്നത്? അതാണ് ചിന്ത. അപ്പൊ എനിക്ക് അറ്റാക്ക് ആയി. കണ്ടോ, ആദ്യത്തെ റീസൺ അവിടെ ഉപേക്ഷിച്ചു. രണ്ടാമത്തെ റീസൺ അതുമേലുണ്ടായിട്ടുള്ള ഫിസിക്കൽ ചേഞ്ചസ് കൊണ്ട്. കണ്ടോ, ഇത് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കി പഠിച്ചാലേ നമുക്ക് ക്ലയന്റിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഫിയർ വന്നു. ആ ഫിയർ വന്ന സമയത്ത് എന്ത് ചെയ്തു? ഇത് ഈ ഫിയറോട് കൂടി പാനിക് സൈക്കിൾ ഫുള്ളായി. അപ്പൊ പിന്നെ ആ ഫിയർ അനുഭവിച്ചു തീർക്കലാണ് അടുത്ത പണി. ഇനി അപ്പൊ ആദ്യം ഒരു ട്രിഗർ ഫാക്ടർ, ആരോ മാർക്ക്, ബോഡി സെൻസേഷൻ, ആരോ മാർക്ക്, നെഗറ്റീവ് തിങ്കിങ്, ആരോ മാർക്ക് താഴേക്ക് കൊടുക്കുക, ഫിയർ താഴേക്ക് ആരോ മാർക്ക്, മോർ അഡ്രിനാലിൻ സെക്രിയേറ്റഡ്, ആരോ മാർക്ക്, പിന്നെ മോർ സിംറ്റംസ് അതുമായി ബന്ധപ്പെട്ട് വരുന്നു, ആരോ മാർക്ക്, അതിൽ നിന്ന് മോർ ഫിയർ ജനറേറ്റ്. ക്ലിയർ ആയോ? ഈ ചാർട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ട്രിഗർ, ബോഡി സെൻസേഷൻ, നെഗറ്റീവ് തിങ്കിങ്, അത് വീണ്ടും ഫിയറിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അതിൽ നിന്ന് അഡ്രിനാലിൻ, ഒരു മോർ അഡ്രിനാലിൻ. ആ മോർ അഡ്രിനാലിൻ വരുന്ന സമയത്ത് മോർ സിംറ്റംസ് ക്രിയേറ്റഡ് ആവുന്നു. ആ മോർ സിംറ്റംസ് എന്ത് ക്രിയേറ്റഡ് ആവുന്നു? മോർ ഫിയർ ക്രിയേറ്റഡ് ആവുന്നു. ഓക്കെ, ക്ലിയർ. സോ വാട്ട് ആർ ദ മാനേജ്മെന്റ്സ് ഓഫ് പാനിക് അറ്റാക്സ്? എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇനി ഞാൻ ഫാസ്റ്റ് ആണ്, ഡീറ്റെയിൽ ആയിട്ട് പോവില്ല, ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞേ പോളൂ. നിങ്ങൾ എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചിരുന്നാൽ ഇനി കിട്ടില്ല, ഇനി എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ വീണ്ടും റെക്കോർഡുകൾ കേൾക്കുക. കാരണം നമ്മുടെ മുന്നിൽ 10 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യത്തേത് നമ്മൾ എന്ത് ചെയ്യരുത്? ഡോണ്ട് ഫ്ലൈറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത്. ഇവിടെ തീരുമാനമുണ്ട്. എന്താണ്? ഫ്ലൈറ്റ് ചെയ്യാൻ പാടില്ല, പറക്കരുത്. ജസ്റ്റ് ആക്സെപ്റ്റ് ദ വാട്ട് ആർ ദ ഫീലിംഗ്. നിങ്ങൾ എന്ത് ഫീലിംഗ് ആണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ. നിങ്ങളെന്ന് ഉദ്ദേശിച്ചിട്ട് നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് ഇല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ പറയേണ്ട ആ ക്ലയന്റിന്റെ ആസ്പെക്ട്സിൽ നിന്നുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. നിങ്ങളെല്ലാം എനിക്ക് ക്ലയൻസ് പോലെ എടുത്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും ഇതില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുക. ദിസ് ഈസ് പാനിക്, ഇറ്റ് വിൽ പാസ് എന്നുള്ള ഒരു തോട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇതൊരു പാനിക്കാണ്, ഈ സമയവും കടന്നു പോകും. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു വല്ലാത്തൊരു ദൗർഭാഗ്യപരമായിട്ടുള്ള സമയം, ഈ സമയം കടന്നു പോകും. ദിസ് ഈസ് പാനിക് ആൻഡ് ഇറ്റ് വിൽ പാസ്. അതാണ് നമ്മളോട് കൊടുക്കേണ്ട തോട്ട് ഇൻസേർട്ട് ചെയ്യണം. നിങ്ങൾ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റാനൊന്നും നിൽക്കരുത്. അത് നിങ്ങളുടെ തോന്നലായിരുന്നു. നിങ്ങൾക്ക് ഹൃദയമിടിപ്പ് വരാനേ പാടില്ല. അവിടെ അനക്കണ്ട. ആ ചീട്ട് വീണു, ആ ചീട്ട് കൊട്ടാരം ഇടിഞ്ഞു വീണു. ഇനി നിങ്ങൾ അത് തിരിച്ച് പണിയാനൊന്നും നിൽക്കണ്ട. ആ വീണ ചീട്ടിനെ എന്ത് ചെയ്യുക? പറക്കി ഒതുക്കി വെക്കലാണ് നമ്മുടെ പണി. പല സൈക്കോളജിസ്റ്റുകളും, ഞാൻ എല്ലാവരും പറയുന്നില്ല, റയറായിട്ട് തിരിച്ച് നെഗറ്റീവ് തോട്ട് പാറ്റേൺസിനെ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. അവിടെ നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല. ദയവ് ചെയ്ത് അവിടെ തുടരരുത്. ഇങ്ങോട്ടേക്ക് വരിക. ഇതിന് നിങ്ങൾ ഫേസ് ചെയ്തോ. ഓക്കെ, ബോഡി സിംറ്റംസ് ആണെങ്കിൽ ഫേസ് ചെയ്യുക, അത് കടന്നു പോകും. ഓക്കെ, ഇനി ഞാൻ 2-3 ടെക്നിക്സ് പറയുന്നു. ആദ്യത്തത് സ്ലോ ബ്രീത്തിങ് ടെക്നിക് ആണ്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്ലോ ബ്രീത്തിങ് ടെക്നിക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോക്കൂ നിങ്ങൾ, 2-3 തരത്തിലുള്ള ബ്രീത്തിങ് എന്റേതായ ഭാവത്തിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രീത്തിങ് ഉണ്ട്. നമ്മുടെ ജഗതി പറയുന്നത് പോലെ ഇത് എന്റെ നവരസങ്ങളിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു രസമാണ്. 10ാമത്തെ രസം എന്ന് പറയുന്ന പോലെ. അത് പറഞ്ഞാൽ നമുക്ക് ആദ്യം കൊടുക്കാം. 4 സെക്കൻഡ് കൊണ്ട് ഇൻഹേൽ ചെയ്യുക, 6 സെക്കൻഡ് കൊണ്ട് എക്സേൽ ചെയ്യുക. അല്ലെങ്കിൽ അടുത്തൊരു, അതാണ് നോർമലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പാനിക് അറ്റാക്കിന്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഞാൻ പറയാം, 4 സെക്കൻഡ് കൊണ്ട് ഇൻഹേൽ ചെയ്യുക, 6 സെക്കൻഡ് കൊണ്ട് എക്സേൽ ചെയ്യുക. മറ്റൊന്ന് 4-4-4-4. എങ്ങനെയാണ്? 4 സെക്കൻഡ് ഇൻഹേൽ ചെയ്യുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് കൊണ്ട് എക്സേൽ ചെയ്യുക, 4 സെക്കൻഡ് പോസ് ചെയ്യുക, 4 സെക്കൻഡ് ഇൻഹേൽ ചെയ്യുക. ആ സർക്കിൾ അങ്ങനെ പൂർത്തി ചെയ്യുക. ഒന്നും മനസ്സിലായിട്ടില്ല അല്ലെ? പറഞ്ഞോ, ഒന്നുകൂടെ പറയണോ? ഇല്ല, നിങ്ങളെ കൊണ്ട് ശരിക്കും ഇത് ചെയ്യിപ്പിക്കണം. അത് ഇതെന്താണെന്നറിയോ? ഇത് എനിക്ക് തോന്നുന്നു ഒരു സൈക്കോളജിസ്റ്റ് ഇത് ക്ലാസ് എടുക്കുന്നുണ്ട്, പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട്. അവിടെ 3 ദിവസമാണ് ആ ക്ലാസ്. ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാഴ്ച എടുത്താൽ തീർക്കാൻ പറ്റില്ല. അത്രയുണ്ട് ഇത് പഠിക്കാൻ. ഒറ്റ വാക്ക് കഴിഞ്ഞില്ലേ പാനിക് അറ്റാക്ക്. എത്ര പഠിക്കാണെന്ന് വെച്ചിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഏത് ക്ലയന്റ് വന്നാലും നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ആ ക്ലയന്റിനെ. ഒന്നും കൂടി പറയുന്നേ. പറയാം, ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ബോക്സ് ആണ് നിങ്ങൾ വിചാരിക്കുക.
ഓക്കെ, ഈ ബോക്സിൽ ഇവിടെ 4 സെക്കൻഡ്, ഇവിടെ 4 സെക്കൻഡ്, ഇവിടെ 4 സെക്കൻഡ്, ഇവിടെ 4 സെക്കൻഡ് എന്ന് എഴുതാം. നോക്കൂ, ഇവിടെ 4 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ഇൻഹേൽ ചെയ്യുക. എന്നിട്ട് 4 സെക്കൻഡ് അതിനെ പിടിച്ചു വെക്കണം. 4 സെക്കൻഡ് കൊണ്ട് അതിനെ പയ്യെ റിലീസ് ചെയ്യണം. 4 സെക്കൻഡ് വെച്ചാൽ 4 സെക്കൻഡ് എടുക്കാൻ പാടുള്ളൂ, അതിനപ്പുറത്തോട്ട് എടുക്കരുത്. എക്സേൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതാണ് പോസിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അടുത്ത ഇൻഹലേഷന് മുമ്പുള്ള ഒരു പോസിങ് സ്റ്റേജ് ഉണ്ട്, അതാണ് 4. മനസ്സിലായോ? 4 കൊണ്ടെടുത്ത്, 4 കൊണ്ട് പിടിച്ചു വെച്ച്, 4 കൊണ്ട് വിട്ട്, 4 കൊണ്ട് നിർത്തി, 4 കൊണ്ട് എടുക്കുന്നു. പച്ച മലയാളം ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ബോക്സ് ടെക്നിക്ക് അതന്നെ. അതിന് നമുക്ക് എന്താക്കാം? 4 6 4 6 എന്നാക്കാം, 6 6 6 6 എന്നാക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 6 4 6 4 എന്നാക്കാം. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് മാറ്റാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയി. ശരി, അപ്പൊ ഞാൻ ഇവിടെ സയന്റിഫിക്കലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 6 4 ആണ്, അല്ല 4 6 ആണ്, അത് മതി. ഓക്കെ, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. 4 6 4 6 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞ നവരസം എന്ന് പറയണത് 6 6 6 6 4 4 4 എന്നായിരുന്നു. അതല്ല ശരിക്കുള്ളത്. അത് എൻ്റെ ഒരു പ്രൊഡക്ഷനാണ്. ശരിക്കും പറയണത് 4 6 4 6 എന്നായിരുന്നു. സോ അടുത്തത് ഗ്രൗണ്ടിങ് ടെക്നിക്കാണ്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതാണ്. എനിക്ക് വളരെ വിഷമമുണ്ട് ഇങ്ങനെ ഇത്രയും ചുരുക്കി പറയുന്നത് കൊണ്ട്. ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ 5 തിങ്സ് നിങ്ങൾ കാണണം, 4 തിങ്സ് നമ്മൾ ടച്ച് ചെയ്യണം, 3 തിങ്സിനെ നമ്മൾ കേൾക്കണം, 2 തിങ്സിനെ നമ്മൾ സ്മെല് ചെയ്യണം, 1 തിങ്സിനെ നമ്മൾ ടേസ്റ്റ് ചെയ്യണം. ഈ സാധനം ഭയങ്കര എഫക്റ്റീവ് മെത്തേഡാണ്. പാനിക് അറ്റാക്ക് വരുന്നതിന് മുൻപ് നമ്മൾ ക്ലയന്റിനെ ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ വളരെ എഫക്റ്റീവാണ്. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മാഡം നിങ്ങളോട് പറഞ്ഞിരുന്നോ ഗ്രൗണ്ടിങ് ടെക്നിക്സ് എന്ന്? ഒരുപാട് നിങ്ങൾ കേട്ടിരുന്നോ? കേട്ടോന്ന് എനിക്കറിയില്ല. നിങ്ങൾ പാനിക് അറ്റാക്കിലെ ഗ്രൗണ്ടിങ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ സ്പീച്ച് പറഞ്ഞിരുന്നു ആ മാഡം. അതിനകത്ത് ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇത് ഗ്രൗണ്ടിങ് ടെക്നിക്ക്. അതായത് നമ്മുടെ 5 സെൻസറി ഓർഗൻസിനെ ആക്ടിവേറ്റ് ചെയ്യുക, സഡൻലി ആക്ടിവേറ്റ് ചെയ്യുക. ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യേണ്ട എൻ്റെതായ ഒരു അഭിപ്രായം എനിക്ക് തോന്നിയത് ഞാൻ കൊടുക്കാറ് ചെറുനാരങ്ങയാണ്. എപ്പോഴും അവരെ കയ്യിലൊരു ചെറുനാരങ്ങ വെക്കാൻ പറയാം. ചെറുനാരങ്ങ ലെമൺ ജ്യൂസ് നാവിലൊട്ടിക്കുക. നാവിലൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ആ പുളിപ്പ്, ആ ഫീലിങ്സ് വരുന്ന സമയത്ത് നമ്മുടെ സെൻസേഷൻ ഫുള്ള് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. നിങ്ങൾ എന്തിനാ തലയിൽ വിക്സ് തേക്കണേ? ഏതെങ്കിലും വിക്സിനെ കൊണ്ട്, ഏതെങ്കിലും ടൈഗർ ബാമിനെ കൊണ്ട് തലവേദന മാറ്റാൻ സാധിക്കുക? ഒരു ബന്ധൂല ഈ 2 സാധനങ്ങളും തമ്മില്. ബാമും തലവേദനയും തമ്മിൽ ഒരു ബന്ധൂല. എങ്ങനെയാ ബന്ധം വരണേ അറിയോ നിങ്ങൾക്കത്? ഇനി ഈ ക്ലാസ് കഴിയുമ്പോൾ അത് അറിഞ്ഞിരിക്കണം. അതായത് ബാമിന് ആകെയുള്ള ഒരു പ്രോപ്പർട്ടി എന്താ? ഒരു നീറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. കഴിഞ്ഞു. ആ നീറ്റം ഒരിക്കലും തലവേദനയ്ക്കുള്ള മരുന്നല്ല. തലവേദന വരുന്നത് ചിലപ്പോൾ അയൺ കണ്ടന്റ് കുറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ ഉറക്കക്കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ടായിരിക്കും. ഈ നീറ്റ് എങ്ങനെ അതിനെ മാറ്റുക? അതായത് നമ്മുടെ ബോഡിയെ പറ്റിക്കില്ല. ഇവിടെ ഒരു വേദന വന്നു, അപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു നീറ്റെല്ലാം അങ്ങോട്ട് പുരട്ടി. അപ്പൊ ശരീരത്തിന് ശ്രദ്ധ മൊത്തം വേദനയുടെ അവിടെ ഇട്ടു. അടുത്ത പരിപാടി നീറ്റല് നമുക്ക് അനുഭവിച്ചു തരില്ല. അപ്പൊ വേദന അവിടെ പോയി. സിമ്പിൾ ലോജിക്ക്. പിടി കിട്ടിയോ നമുക്ക്? തന്നെ നിങ്ങൾ വാരി തേക്കണ മൂവ് ആയാലും ഒക്കെ സംഭവിക്കുന്നത് ഇതാ. അതിനകത്തൊക്കെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ മുളകാണ്, ക്യാപ്സിക്കം. നിങ്ങൾ നോക്കൂ, ക്യാപ്സിക്കാണ് കണ്ടന്റ്. പക്ഷെ മുളകിലല്ലേ എരിവുണ്ടാവുള്ളൂ. അങ്ങനെ പണ്ടത്തെ ആൾക്കാർ ചൊറിയണം തുമ്പ വെച്ചിട്ടൊക്കെ ഇവിടെ ഇങ്ങനെ അരച്ചിടുന്നത്. കാരണം വെച്ചാൽ ഈ സെൻസേഷൻ ടക്കുന്ന് അങ്ങോട്ട് മാറും. ചൊറിയണം നാരി വാരി പൊത്തല്ലേ, അത് കൃത്യമായിട്ട് ചെയ്തിട്ടേ ഇടാവൂ. ഇനിയിപ്പോ നാളെ പുറത്ത് ശാന്താറിന് ക്ലാസ് കിട്ടിയിട്ട് അപ്പുറത്ത് ചൊറിയണം പ്രോസസ് ചെയ്യണം, എന്നിട്ടാണ് അത് ഇടേണ്ടത്. അപ്പൊ എന്താ വെച്ചാൽ ഈ സെൻസേഷൻ ഇവിടുന്ന് ചേഞ്ച് ചെയ്യിച്ച് ബോഡിയുടെ ശ്രദ്ധ മാറ്റിക്കുക. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നാവിൽ സിട്രസ് ആയിട്ടുള്ള സാധനം ഒഴിക്കുന്ന സമയത്ത് ആ സെൻസേഷൻ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് റിലാക്സ് മസിൽസ് എക്സസൈസ് കൊടുക്കണം. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ലൂസ് ചെയ്യുക, ടൈറ്റ് ചെയ്യുക, ഹാൻഡ്സ് ലൂസ് ചെയ്യുക, ടൈറ്റ് ചെയ്യുക, ജോ ലൂസ് ചെയ്യുക, ടൈറ്റ് ചെയ്യുക, ബോഡി ഓരോ പാർട്സുകളും. ഇത് നമ്മൾ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്നൊക്കെ പറയും, PMR. ആ മെത്തേഡ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെയുള്ളത് പോസിറ്റീവ് സെൽഫ് ടോക്ക് ആണ്. അതായത് എപ്പോഴും നമ്മളൊരു മിററിന്റെ അടുത്ത് നോക്കി ഡെയിലി ഇത് പറയാം, ഐ എം സേഫ്, ഐ ക്യാൻ ഹാൻഡിൽ മൈ ഓൾ ദ പ്രോബ്ലംസ് ആൻഡ് ഇറ്റ് വിൽ പാസ്. ചിലപ്പോൾ ഞാനത് പാനിക് അറ്റാക്കിലേക്ക് പോയിരിക്കാം, പക്ഷെ എനിക്ക് ഈസിലി ആയിട്ട് അത് പുറത്തോട്ട് അതിന്റെ ലൂപ്പിൽ നിന്ന്, ട്രാപ്പിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് പറ്റുന്നുള്ള ഒരു സെൽഫ് പോസിറ്റീവ് ടോക്ക് നമ്മൾ ചെയ്യുക. പിന്നെയുള്ളത് ലോങ് ടേം പ്രിവെൻഷൻ ആണ്. അതായത് ഡെയിലി എക്സസൈസ് ചെയ്യണം, ഗുഡ് സ്ലീപ്പ് വേണം, ഹെൽത്തി ഫുഡ് വേണം, കോഫി റെഡ്യൂസ് ചെയ്യണം, സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണം, യോഗ ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം. കേസ് സിവിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു CBT അവിടെ കൊടുക്കണം. സിവിയർ ആണെങ്കിൽ മാത്രം CBT ഇടുന്ന ആവശ്യം വരുന്നില്ല. കൗൺസിലിംഗ് മസ്റ്റ് ആണ്. സൈക്കാട്രിക് കൺസൾട്ടേഷൻ ഇഫ് നീഡഡ് ആണെങ്കിൽ അയാളെ വിടുകയും വേണം. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഡെയിലി ഇത് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു സൈക്കാട്രിക് കൺസൾട്ടേഷൻ നമ്മളവിടെ
കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഒരു കാര്യം മാത്രം ആലോചിക്കുക, പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ കൊല്ലാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു തോട്ടാണ്. ഏറ്റവും കൂടുതൽ അതിനെ ബാധിക്കുന്നത് ഫിയർ തന്നെയാണ് അതിനെ വലുതാക്കുന്നതെന്നുള്ള ആ ഒരു മെസ്സേജ് അവിടെ പാസ് ചെയ്യുക. ദ മോർ യു അണ്ടർസ്റ്റാൻഡ് ദ പാനിക്, ദ ലെസ് പവർ ഇറ്റ് ഹാസ് ഓവർ യു എന്നുള്ളതാണ് ഈ പാനിക് അറ്റാക്കിന്റെ ഒരു വേദവാക്യം. നിങ്ങൾ എത്രത്തോളം പാനിക് അറ്റാക്കിനെ മനസ്സിലാക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് അത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ട് പാനിക് അറ്റാക്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ കറക്റ്റ് ഒരു സേഫ് ലാൻഡിങ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. കുറേ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്തു, കാരണം നിവൃത്തിയില്ല. കുറേ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗം ഞാൻ ആഡ് ചെയ്യുന്നു. നേരത്തെ ഒരു കുട്ടി ചോദിച്ചു എന്നോട്, അതായത് കുട്ടികളിലെ പാനിക് അറ്റാക്ക് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചു. കുട്ടികളിൽ സാധാരണഗതിയിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലും ഈ പറഞ്ഞതുപോലെ നെഞ്ചെടുപ്പുണ്ട്, ശ്വാസം മുട്ടുന്ന പോലെ. നമ്മുടെ മക്കളൊക്കെ ചിലരോട് പറയണ്ട, അമ്മ എനിക്ക് എൻ്റെ മകൻ ഒരിക്കൽ അത് പറഞ്ഞിരുന്നു കേട്ടോ, അമ്മ എനിക്ക് ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെ, ഞാൻ ചത്തു പോകുന്നു, എനിക്കൊരു ഭയമുണ്ട്. ചത്തു പോകുന്നല്ല, ശ്വാസം മുട്ടുന്നു, ചത്തു പോകുന്നു പറയില്ല, ശ്വാസം മുട്ടു പോകുന്നു, എനിക്ക് എന്തോ ഒരു ഭയം. പിന്നെയുള്ളത് കുട്ടികൾ വയർക്കുണ്ടാവും, കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടാവും, പിന്നെ അവർക്ക് വയറിളക്കം ഉണ്ടാവാറുണ്ട്, ലൂസ് മോഷൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അവർ പറയുന്നുണ്ട് കഴുത്തിൽ ഇവിടെ എന്തോ തടഞ്ഞിരിക്കുന്ന പോലെ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ചോക്കിംഗ് സെൻസേഷൻ. പിന്നെ കൈകാലുകൾ ഉള്ളിൽ സൂചി കുത്തുന്ന പോലെയുള്ള വേദന, അത് കുട്ടികൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. കൈകാലുകളിലെ ഭാഗങ്ങളിലൊക്കെ ഒരു ഇങ്ങനെ ഒരു ടിങ്ക്ലിംഗ് ഒരു സെൻസേഷൻ, കൈകളൊക്കെ മരവിച്ചിരിക്കുന്നത് പോലുള്ള ഒരു ഫീലിംഗ് പറയാറുണ്ട്. അപ്പൊ അത് പിന്നെ ഇന്റൻസ് ഫിയർ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്റൻസ് ഫിയർ വരാറുണ്ട്. അത് പ്രേതഭൂതം എന്നുള്ളതല്ല, ഒരു ഭയം ഉണ്ടാവാറുണ്ട് കുട്ടികൾക്ക്. ഒറ്റപ്പെടലൊക്കെ പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് പോലെ വരും. ഒരിക്കലും ആ കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് സമ്മതിക്കില്ല. എപ്പോഴും പാരന്റ്സിന്റെ ഒരു സപ്പോർട്ട് വേണം എന്നുള്ള ഒരു ഫീലിംഗ് എന്ന് പറയുന്നു. പിന്നെ എപ്പോഴും മാതാപിതാക്കളെ, അമ്മ എന്നെ വിട്ടു പോകരുത്, എൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അച്ഛൻ എൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കണം. നമ്മൾ കിടന്നാൽ പോലും അങ്ങനെ പോരാ, നന്നായിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കണം കുട്ടികൾ പറയും. ഒരിക്കലും ആ കുട്ടികൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കില്ല. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ബിഹേവിയർ ഇഷ്യൂസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കെയായിരിക്കും അവർ കരയുക, നിലവിളിക്കുക. പിന്നെ എവിടെന്നെങ്കിലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരിക്കലും ഒരു സെപ്പറേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ട് വരും. നമ്മൾ സെപ്പറേഷൻ ആങ്സൈറ്റി എന്നൊക്കെ പറയണില്ലേ, അത് ആ കുട്ടികൾ നല്ലോണം കാണാൻ പറ്റും. സ്കൂളിൽ പോകാൻ ഇത്തരം കുട്ടികൾക്ക് ഭയങ്കര മടിയായിരിക്കും. പിന്നെ അതുപോലെ അവര് 4 ആൾ കൂടുന്ന സ്ഥലത്ത് നിന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് രാത്രിയിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന കുട്ടികൾ, അത് അവര് ചെറുപ്പത്തിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ പിൽക്കാലഘട്ടത്തിലേക്ക് ആ പാനിക് അറ്റാക്കിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അവർ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നം. അതിന്റെ കാരണങ്ങൾ എന്താ വെച്ചാൽ കുട്ടികൾ വരുന്നത് ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം വെച്ചാൽ, ഒന്ന് കുട്ടികൾ നിങ്ങൾ കൊടുക്കുന്ന എക്സസ് ആയിട്ടുള്ള സമ്മർദ്ദം. എക്സാമിൽ നീ പഠിക്ക് ഇനി എന്ത് ഇങ്ങനെ, അപ്പുറത്തെ കുട്ടികൾ ഇങ്ങനെയല്ല, അങ്ങനെയുള്ള കുറെ കാരണങ്ങൾ. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കൊടുക്കുന്ന കുറെ പ്രഷേഴ്സ്, പിന്നെ മാതാപിതാക്കൾ തമ്മിൽ പരസ്പരം വഴക്കൂടുന്നത് കാണുന്ന കുട്ടികള്, പിന്നെ അതുപോലെ തന്നെ കുറെ അപകടകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികള്, പിന്നെ കുട്ടികളിൽ തന്നെ നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ഭയങ്കര ബോധമൊക്കെ വളർത്തി കൊടുക്കില്ലേ, മോളെ എങ്ങനെയാ ഇങ്ങനെ വരും, അത് തൊട്ടാൽ മോൾക്ക് ഇൻഫെക്ഷൻ വരും, അവിടെ ബാക്ടീരിയ വരും, ഫംഗസ് വരും, വൈറസ് വരും, ഇങ്ങനെയുള്ള അമിതമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഉറക്കക്കുറവ്, ഇതൊക്കെയാണ് കുട്ടികളിൽ പ്രധാനമായിട്ടും പാനിക് അറ്റാക്സിന്റെ റീസൺസ് എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, എനി ഡൗട്ട്സ്? കുറെ പറഞ്ഞു പോയില്ലേ. ഒരു കാര്യം ഹരിത സാർ, ഈ ആ. കുട്ടികൾക്ക് ഈ പരീക്ഷ എഴുതാൻ പോകുമ്പോ സമയത്ത് നമ്മൾ ഈ ബ്രീത്തിങ് റിലാക്സേഷൻ ടെക്നിക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, അതിനെന്താ ചെയ്യാ? ബ്രീത്തിങ് റിലാക്സേഷൻ ടെക്നിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എന്താണ് പറ്റാത്തതിന്റെ കാരണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവർക്ക് പറ്റാത്തത്? ആ സമയത്ത് ശ്വാസം വിലങ്ങിയ പോലെയാന്നാ പറയുന്നത്. അവർക്കത് അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് പോകുന്നതിന്റെ തലേദിവസമല്ല ബ്രീത്തിങ് റിലാക്സേഷൻ എക്സസൈസ് ചെയ്യേണ്ടത്. നിങ്ങൾ അതിലേക്ക് അവരെ എന്ത് ചെയ്യണം, അതിലേക്ക് മോൾഡ് ചെയ്തെടുക്കണം. തുടക്കം തൊട്ട് തന്നെ ബ്രീത്തിങ് എക്സസൈസ് ശീലിപ്പിക്കുക. അതായത് ഇപ്പൊ നമ്മളെല്ലാം അപകടം വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അതിനുള്ള മരുന്നുകൾ കഴിക്കുന്ന കാര്യമില്ല. തലവേദന മരുന്ന് തലവേദന വന്നിട്ട് കഴിക്കണൊക്കെ, അതായത് പ്രിവെന്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻസ് കഴിക്കുന്നത് പോലെയാണ് ഈ ബ്രീത്തിങ് എക്സസൈസ്. വളരെ തുടക്കത്തിൽ തന്നെ നമ്മളത് ശീലിപ്പിക്കണം. അങ്ങനെ അവരതിലേക്ക് നമ്മൾ എന്താ പറയാ, നമ്മള് അവരെ എന്താക്കി എടുക്കുക എന്ന് പറയാ, പാവലോവിന്റെ ഒരു കണ്ടീഷനിങ്, നമ്മൾ ആ കണ്ടീഷനിങ് ചെയ്തെടുക്കണം അവരെ. അതുകൊണ്ടാണ് ആ പ്രശ്നം വരും കേട്ടോ. അപ്പൊ ഇപ്പൊ തൊട്ട് തുടങ്ങിക്കോളൂ, എക്സാം ആവും കത്ത്. പ്രശാന്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്യാനാണേ. എന്താന്ന് വെച്ചാല് ഈ പാനിക് അറ്റാക്ക് വരുന്ന ചില സമയങ്ങളിൽ, അതായത് ചില സമയം എന്താന്ന് വെച്ചാല്
ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയവർക്ക് ഈ പോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, പോയ്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഒരു ബാലൻസ് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. കുറച്ച് ടൈം എടുക്കുമ്പോഴത്തേനും ടീച്ചറെ ശരിക്കും ഒന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റ് ചെയ്യട്ടെ. ടീച്ചർ ആരാണെന്നൊന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അവർക്ക് ഒന്നും കൂടെ ഒന്ന് കൺവേ ചെയ്യാൻ പറ്റും. ഞാന് ഐഷ ഇസ്മായിൽ. ഞാന് പിന്നെ ടീച്ചറാണ്, ഹയർ സെക്കൻഡറിയിലെ ടീച്ചറാണ്, കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വിമ്പിളിൽ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ഇപ്പൊ തിരക്കുകൾ മൂലം അങ്ങനെ ക്ലാസ് അധികം എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ പല പ്ലാറ്റ്ഫോമുകളിലും ക്ലാസ് എടുക്കാറുണ്ട്. സൈക്കോളജിയിൽ ആദ്യം ഇഗ്നോ MA സൈക്കോളജിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് കുറെ അധികം പേർക്ക് ക്ലാസ് എടുത്തിരുന്നു. കുറെ ആളുകൾക്കൊക്കെ അറിയായിരുന്നു. അപ്പൊ അതാണ്. അപ്പൊ ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് അതിന്റെ ഒരു കോഴ്സ് വിമ്പിളിൽ തന്നെ എടുത്തിരുന്നു. ഒരു 5 days കോഴ്സ് ആയിരുന്നു അത് എടുത്തിരുന്നു. ഇപ്പൊ ഉടനെ തന്നെ വേറൊരു പ്ലാറ്റ്ഫോമിൽ ഒരു 3 days കോഴ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായതും കൊണ്ടും ഇത് ഞാൻ ഡീൽ ചെയ്തിട്ടിരുന്ന ഒരു കേസ്, ഇതുപോലത്തെ ഒരു കേസ് ഡീൽ ചെയ്തത് കൊണ്ടും ഞാൻ പറയാണ്. അതായത് ഒരു പാനിക് അറ്റാക്ക് വരുമ്പോൾ ചില സമയങ്ങളിൽ ഈ അത് ഡീൽ ചെയ്യുന്ന സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ ആ ആളും നമ്മൾ ഒരു ഗ്രൗണ്ടിങ് ടെക്നീക്കോ അല്ലെങ്കിൽ ഒരു ബ്രീതിങ് ടെക്നീക്കോ ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത്രയും പോലും ഗ്രൗണ്ടിങ് നടക്കാത്ത, അല്ലെങ്കിൽ അത്രയും പോലും ആള് പോയ്സ് ഗെയിൻ ചെയ്യാത്ത, ബാലൻസ് ഗെയിൻ ചെയ്യാത്ത ചില സമയങ്ങളുണ്ട്. അപ്പൊ ഈ സമയങ്ങളിൽ നമുക്ക് ചെയ്യാവുന്നത് അവരെ ഒന്ന് ഈ റിയാലിറ്റി ഇതിലേക്ക് കൊണ്ടുവരാൻ, അല്ല ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു വലിയ ടെക്നിക്ക് എന്ന് പറഞ്ഞാല് കൈകൾ ഒന്ന് പിടിച്ചമർത്തുക എന്നുള്ളത്. ഈ കൈകൾ അവരുടെ കൈകൾ നമ്മുടെ ഉള്ളംകൈയിലെടുത്ത് അവർക്കൊന്ന് മുറുകെ പിടിക്കാൻ ഒരു അവസരം കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് മുറുക്കി പിടിക്കുകയോ ചെയ്യണം. അവർക്ക് ഒരു പിടിക്കാൻ ഒരു അവസരം കൊടുക്കുന്നതാണ് മസിൽ റിലാക്സേഷൻ എന്നുള്ള ഒരു ഇതിന്റെ ഒരു ചെറിയ ഭാഗം, അവരുടെ ഒരു മസിൽ ടൈറ്റനിങ് ആൻഡ് റിലാക്സിങ്. അപ്പൊ അവരോട് പറയാം നമ്മുടെ കൈ ഒന്ന് മുറുകെ പിടിച്ചിട്ട് വിട്ടോളാൻ പറയുക. അവരുടെ കൈ മുറുകെ പിടിച്ചിട്ട് വിടുകയാണെങ്കിൽ അവിടെ ഒരു സർക്കുലേഷൻ പ്രോസസ്സ് നടക്കും. അപ്പൊ ഈ സർക്കുലേഷനിലേക്ക് അവരുടെ ശ്രദ്ധ വരും. പിന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മസിൽ ടൈറ്റനിങ് ആൻഡ് റിലാക്സേഷൻ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കുറച്ച് ശ്രദ്ധ പോവുകയും ഈ ഒരു പാനിക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് ശ്രദ്ധ ഒന്ന് ഡൈവേർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ സർക്കുലേഷൻ കൂടുകയും ചെയ്യും. അപ്പൊ ഈ ഭയങ്കര ഇറുക്കി പിടിച്ചിട്ട് തിരിച്ചിങ്ങനെ വിടുമ്പോഴത്തേനും ഒരു സർക്കുലേഷൻ വളരെ ഇതായിട്ട് ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് സർക്കുലേഷൻ കൂടുമ്പോൾ അപ്പൊ അതൊരു റിലാക്സേഷനിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആള് ഭയങ്കരമായിട്ട് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾ ആ ഇമോഷണൽ ഔട്ട്ബേസ്റ്റിൽ ഒരു പക്ഷെ ഇങ്ങനെ ഒരു ബ്രീതിങ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ടെക്നിക്സിൽ ഇങ്ങനെ ഓർക്കാനോ പറ്റാത്ത വിധം പകച്ചു പോകും. അപ്പൊ ഈ ഒരു സമയത്താണ് നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നത്. ഇത് പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിത് പ്രയോഗിച്ചു നോക്കിയപ്പോൾ വളരെ എഫക്റ്റീവായി കണ്ടതാണ്. ഒരു കുട്ടിക്ക് പെട്ടെന്ന് പാനിക് അറ്റാക്ക് ഉണ്ടാവുകയും അവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൈക്യാട്രിക് മെഡിസിൻ എടുക്കുന്ന കുട്ടിയാണ്. പക്ഷെ അവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില ഒച്ചകൾ കേട്ടാൽ, ചില സമയം ചില ഇന്റൻസിറ്റിയിൽ ചില ഡെസിബലിൽ വരുന്ന ഒച്ചകൾ കേട്ടിട്ടുണ്ടെങ്കിൽ കുട്ടി വേഗം പാനിക് ആവുകയും ആ കുട്ടി വേഗം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പൊക്കോട്ടെ എന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പൊ ഈ സമയത്ത് ഞാൻ ആ കുട്ടിക്ക് ഒന്ന് ബ്രീത് ചെയ്യാൻ പറഞ്ഞിട്ട് ഷി വാസ് നോട്ട് ഏബിൾ ടു ബ്രീത്ത് എന്ന് വെച്ചാൽ ആ ബ്രീതിങ്ങിന്റെ ഒരു റിഥം ഗെയിൻ ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിൽ അവർ പകച്ചു പോകും. അപ്പൊ ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാല് ഇങ്ങനൊരു ടെക്നിക്ക്, ഒരു ഇമ്മീഡിയറ്റ് എന്താ പറയുക റെമഡി എന്നുള്ള രീതിയിൽ ഇങ്ങനൊരു ടെക്നിക്ക് വർക്ക് ആവും. താങ്ക് യു സോ മച്ച് മാം. ഇതായിരുന്നു എനിക്ക് ഏറ്റവും ആവശ്യം തരുന്നത്. താങ്ക് യു മാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു. താങ്ക് യു ടീച്ചറെ. കാരണം കണ്ട ഓരോ സൈക്കോളജിസ്റ്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഒരു പുസ്തകത്തിൽ നിന്നും കിട്ടില്ല. പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ പരിമിതമാണ്. നമുക്ക് ഓരോ എക്സ്പീരിയൻസ്ഡ് സൈക്കോളജിക്കൽ ഹാൻഡിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നിങ്ങൾക്കും വേറെ ക്ലയൻസിന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ടീച്ചറും ഉണ്ട് ഇവിടെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ അത് ക്ലിയർ ചെയ്യാം. EMDR ഫലപ്രദമാണോ സാറേ? EMDR അതിപ്പോ ഒരു തെറാപ്പി സെഷൻ ആയിട്ടല്ലേ പറയണത്? യെസ്.
ആ നമുക്കേ ഫലപ്രദമാണ്. ഇപ്പൊ CBT ആണെങ്കിലും വേരിയസ് ആയിട്ടുള്ള തെറാപ്പി സെഷൻസ് ഒക്കെ നമുക്കവിടെ യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു സെഷൻ, ഈ ഒരു പാനിക് അറ്റാക്ക് സെഷന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ CBT ഒക്കെ ഇതിൽ പറയുന്നുണ്ട്, പക്ഷെ ഞാനത് ഒഴിവാക്കിയതാണ്. അത്രയൊന്നും ആവശ്യമില്ല. നമ്മുടെ ഇടപെടൽ കൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അവിടേക്കൊക്കെ എത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം അവരെ സൈക്കോ എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അവരെ സൈക്കോ എഡ്യൂക്കേഷൻ സാറിന്റെ ക്ലാസ് എന്തെങ്കിലും എറണാകുളത്ത് വരാൻ സാധ്യതയുണ്ടോ, പ്രശാന്ത് സാറിന്റെ? അതെന്താന്ന് വെച്ചാൽ യെസ്, ഫസ്റ്റ് സ്റ്റഡി ഈസ് മോർ ഇമ്പോർട്ടന്റ് ഐഷ് ടീച്ചർ പറയുന്നു. എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓഫ്ലൈൻ സെഷൻസ് നമുക്ക് ഹിപ്നോതെറാപ്പി മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കോഴിക്കോടും ചന്ദ്രാപിന്നിയിലും വെച്ചിട്ടാണ് നടക്കുന്നത്. എറണാകുളത്ത് വിമ്പിളിന് ശാഖകളില്ല. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു സെഷനൊക്കെ ആയിട്ട് ഒരു 5 പേരൊക്കെ കൂടുന്ന സമയത്താണെങ്കിൽ ഞാനും ഐഷ ടീച്ചർ അങ്ങോട്ട് വന്ന് ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു വീടോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ വിമ്പിളിന് അങ്ങനെ ഒരു സെഷൻ ഇല്ല. അത് വിമ്പിളിനെ അറിയിച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങളൊരു സാഹചര്യം ഒരുക്കി തരുവാണെങ്കിൽ നമ്മൾ അവിടെ വന്നിട്ട് ചെയ്യും. സർട്ടിഫിക്കേഷൻ ഒക്കെ വിമ്പിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ പ്രശാന്തിനെ ഒന്ന് എറണാകുളത്തേക്ക് കൊണ്ടുവരണമെന്ന് കുറച്ചായി വിചാരിക്കുന്നു. കാരണം ഞാൻ എറണാകുളം ജില്ലയിലാണ് താമസിക്കുന്നത്, മൂവാറ്റുപുഴയിലാണ്. അപ്പോ ഒന്ന് അവിടെ നമുക്ക് കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. കാരണം ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് ഏതൊരു സൈക്കോളജിസ്റ്റിനും ശരിക്കും സൈക്കോളജിസ്റ്റ് ആയിട്ട് മാത്രമല്ല, നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഒരു ടീച്ചേഴ്സ് ആണെങ്കിൽ പഠിപ്പിക്കുന്നിടത്തും ഒക്കെ കുട്ടികളെ മാനേജ് ചെയ്യാനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശാന്തിനെ വെച്ചിട്ട് കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശാന്തിനെ കൊണ്ടുവരാനാകും. അപ്പൊ അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കുന്നുണ്ട്. ടീച്ചറെ ശ്രമിച്ചു. ടീച്ചർ നമുക്ക് ഇവിടെ എറണാകുളം ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരുപാട് പേരുണ്ട്. നമുക്ക് സംഘടിപ്പിക്കാം, കുട്ടികളെ സംഘടിപ്പിക്കാം. ഓക്കെ, ഇതില് അത് കൂടുതൽ ചെയ്യാം പേരും നമുക്ക്. എറണാകുളം ജില്ലക്കാരാണ്. കുറെ പേരുണ്ട്. എന്താണെന്നറിയോ, കുറെ ശരി, പേരുകള് that is fine. എറണാകുളത്ത് ക്ലാസ് വേണമെന്ന് പറയുന്നവരുണ്ട്. അത് നിരവധി മെസ്സേജും കിട്ടുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് അവിടെ ഇതിനൊന്നും സെന്ററുകളില്ല, സ്ഥലങ്ങളില്ല. ഇപ്പൊ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര ഫീസ് മേടിക്കുന്നുണ്ട്? ആ ഹോട്ടൽ റൂമിന്റെ റെന്റ്, ഫുഡ്, അതൊക്കെ ഭയങ്കര. നമ്മൾ അതൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ഥലം, കുറച്ച് പേര് അതിനകത്ത് ഓക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ വന്ന് പഠിപ്പിക്കും. ഏത് ജില്ലയിലാണെങ്കിലും ഞങ്ങൾ പഠിപ്പിക്കും. പക്ഷെ ഒരു മിനിമം ഇത്ര പേരെങ്കിലും ഉണ്ടാകണം. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത് ആ ടോപ്പിക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ. സാറേ, ചന്ദ്രപ്പിന്നിയിൽ വൺ ഡേ ഞങ്ങൾ വന്നിരുന്നു. ഇതിന്റെ കൂടുതൽ കോഴ്സ് ആണോ ഉള്ളത്? അത് അഡ്വാൻസ്ഡ് ആണോ, ബേസിക് ആണോ? ഹിപ്നോതെറാപ്പിയാണ് ഓഫ്ലൈനിൽ നടക്കുന്നത്. അഡ്വാൻസ്ഡ് ഹിപ്നോതെറാപ്പി ഓഫ്ലൈൻ. ഓൺലൈൻ നടക്കുന്നത് ബേസിക്, അത് ഫൗണ്ടേഷൻ കോഴ്സ് ആണ്. അതിനകത്ത് അത് മതി നിങ്ങൾക്ക് ചെയ്യാൻ. പക്ഷെ അഡ്വാൻസ്ഡ് നോൺ വെർബൽ ടെക്നിക്സ് ഉണ്ട്, നമ്മൾ പറയാതെ ചെയ്യുന്ന നോൺ വെർബൽ. ചന്ദ്രപ്പിന്നിയിൽ വന്നിരുന്നു, ഒരു വൺ ഡേ വന്നിരുന്നു അന്ന്. അത് തന്നെയാണോ? വ്യത്യാസമുണ്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആണ് കേട്ടോ. ഓക്കെ ഓക്കെ. ഈ ചന്ദ്രപ്പിന്നിയില് മാസത്തിലൊന്നൊക്കെയാണോ ക്ലാസ് സാറേ? അതൊന്ന് പറയാവോ? ചന്ദ്രാപിന്നിയിലെ CBTയുടെ ക്ലാസ് ഇന്റേൺഷിപ്പ്, അതെ, ഓഫ്ലൈൻ CBTയുടെ ക്ലാസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്റേൺഷിപ്സ് ഉണ്ട് അവിടെ. പിന്നെ അങ്ങനെയുള്ള കുറെ DBT, അങ്ങനെ കുറെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ചന്ദ്രാപിന്നിയിൽ ഓഫ്ലൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ അങ്ങനെ എന്തെങ്കിലും കോഴ്സുകൾ വേണമെങ്കിൽ വിമ്പിളായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ. ഇപ്പൊ വിമ്പിളിൽ എറണാകുളത്ത് ബ്രാഞ്ച് ഇല്ലാത്തതുകൊണ്ട് എറണാകുളത്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെയും ഐഷ ടീച്ചറിന്റെ നമ്പർ ഷെയർ ചെയ്യാം. നിങ്ങൾ അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ശ്രമിക്കാം എറണാകുളത്ത് ഒരു ക്ലാസ് വെക്കാൻ. എറണാകുളത്ത് നമുക്ക് ക്ലാസ് എടുക്കാൻ സ്ഥലം ഉണ്ടാക്കാം. ഐഷ ടീച്ചർ ഉണ്ടോ? ആളുണ്ടാക്കാം, നമുക്ക് അറേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. കുഴപ്പമില്ല. ടീച്ചറെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഫൈൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ അറിയിച്ചാൽ മതി കേട്ടോ. തീർച്ചയായിട്ടും ഒരു ഓഫ്ലൈൻ സെഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഓൺലൈനേക്കാൾ കംഫർട്ടബിൾ ഹിപ്നോതെറാപ്പിക്കൊക്കെ ഓഫ്ലൈൻ ആയിരിക്കും. അപ്പൊ നമുക്ക് നേരിട്ട് അവിടെ വെച്ചിട്ട് കാണാം കേട്ടോ. സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ വേറെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ? ക്ലാസ് എന്തായാലും എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെന്നും തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലയൻസിലേക്ക് അത് യൂസ് ചെയ്യുന്നു ഒക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയും ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം. ഞാൻ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ.
കാരണം ഇത് മീറ്റിംഗ് എൻഡ് ചെയ്യുമ്പോൾ നമ്പർ പോവും, അതുകൊണ്ടാണ് 9061251107. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം, ഞങ്ങളാൽ കഴിയുന്ന ഹെൽപ്പുകൾ നമ്മൾ ചെയ്യും. അപ്പൊ തന്നെ മറുപടി കിട്ടണം ആരും പറയരുത്. മെസ്സേജുകൾ റീഡ് ചെയ്ത് വലിയ തിരക്കുള്ള മനുഷ്യരൊന്നും അല്ല, കൊച്ചു തിരക്കുകൾ അത്രേ ഉള്ളൂ. ആ തിരക്കുകളാണ് ഞങ്ങൾക്ക് വലിയ പ്രശ്നമാകുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള മറുപടി നമ്മൾ തന്നിരിക്കും കേട്ടോ. ഓക്കെ, നമ്പർ നോട്ട് ചെയ്തല്ലോ. ഒന്നുകൂടി പറയൂ നമ്പർ. 9061251107. ഹിപ്നോതെറാപ്പി നിങ്ങൾക്ക് എവിടെ സംഘടിപ്പിക്കണം എന്നുള്ളത് ഈ നമ്പറിലൊന്ന് പറഞ്ഞാൽ മതി. 5-ൽ കൂടുതൽ ക്ലയൻസിനെയും നമ്മളോടൊന്ന് പഠിപ്പിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിന. ഹലോ, കോഴിക്കോട് എവിടെ വെച്ചാണ് നടക്കുന്നത്? അത് ടൈം കോഴിക്കോട് കഴിഞ്ഞോ? താനൂര് വെച്ചിട്ട് കേട്ടോ. കോഴിക്കോട് അല്ലാതെ രജിസ്റ്റർ ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. താനൂര് ഇപ്പൊ ഓൾറെഡി 5 പേരായിട്ടുണ്ട്. 5 പേരും കൂടെ കഴിഞ്ഞ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. ലീവുള്ള ദിവസമാണോ? അത് നിങ്ങൾക്ക് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഡേറ്റ് നമ്മൾ വെക്കുള്ളൂ. ആ ചേരുന്നവരുടെ എല്ലാവരും കൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ്. മാക്സിമം അത് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ അങ്ങനെയായിരിക്കും ഉണ്ടാവുക കേട്ടോ. ആരോടാ പറയണ്ടേ? ഗ്രൂപ്പ് വിമ്പിളിൽ പറഞ്ഞാൽ മതി. താനൂരും കാര്യങ്ങളിലൊക്കെയാണ്. എറണാകുളത്തെ കാര്യം വിമ്പിളിൽ ചെയ്യാൻ പറ്റില്ല, കാരണം അത് അവിടെ അവർക്ക് സെന്റർ ഇല്ല. അപ്പൊ തൃശ്ശൂരോ കോഴിക്കോടോ ആ റീജിയനിലൊക്കെ വരികയാണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്ററായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. അവര് നിങ്ങൾക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, അഡ്വാൻസ്ഡ് ഹിപ്നോതെറാപ്പി. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും സംശയം എന്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, ഞാൻ വിമ്പിളിലേക്ക് കണക്ട് ചെയ്തോളാം. നിങ്ങൾ എന്നോട് പറഞ്ഞാലും മതി കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി. ക്ലാസ്സിൽ പങ്കെടുത്തതിന് നല്ല നന്ദി. ഫ്രീ വെബിനാർ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാവരും വീണ്ടും പങ്കെടുക്കുക. നമുക്ക് വീണ്ടും ഇതേ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് തന്നെ മീറ്റ് ചെയ്യാം മറ്റൊരു സബ്ജക്റ്റുമായിട്ട്. ഓക്കെ, താങ്ക് യു. ടാറ്റാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.